ഗുഡ് ഈവനിങ്. ഹായ്. എന്ത് പറ്റി? കുറെ പേരുടെ മുഖത്തൊക്കെ നിരാശയാണല്ലോ. അരുൺ സാറിനെ പ്രതീക്ഷിച്ച് നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടാണോ? എവിടെ? മോസ്റ്റ്ലി നാളത്തെ ക്ലാസ്സിൽ ഉണ്ടാവില്ല, നെക്സ്റ്റ് വീക്കിലത്തെ ക്ലാസ്സിൽ അരുൺ സാർ തന്നെ ആയിരിക്കും കേട്ടോ. ആൻഡ് യാ, എന്താ എക്സാമിനൊക്കെ ഉള്ളതൊക്കെ പഠിച്ചായിരുന്നോ എല്ലാവരും? നമ്മളെടുത്ത പോർഷൻസ് എല്ലാം നോക്കിയിട്ടില്ലേ? ജേണല്, ലെഡ്ജർ, അക്കൗണ്ടിങ് ഇക്വേഷൻ, പെറ്റി ക്യാഷ്, ക്യാഷ് ബുക്ക്, ഓക്കെ അല്ലേ? ഡബിൾ കോളം ക്യാഷ് ബുക്ക് വരെ. അതിൻ്റെ അകത്തൊന്നും ഇനി പ്രത്യേകിച്ച് തെറ്റുകളൊന്നും വരില്ലല്ലോ അല്ലേ? ഞാൻ വിശ്വസിച്ചോട്ടെ എല്ലാവരും ഏകദേശം 15 തന്നെ ഉണ്ടാവുന്നു. ഓക്കെ, അപ്പൊ ഇന്നിനി നമ്മൾ നോക്കാൻ പോകുന്നത് പർച്ചേസ് ബുക്കിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇത്രയും നാൾ നമ്മൾ മറ്റെല്ലാം നോക്കി കഴിഞ്ഞു, ക്യാഷ് ബുക്കുകളൊക്കെ നോക്കി. ഇനി ക്യാഷ് ബുക്ക് അല്ലാതെ നമ്മൾ ഏതൊക്കെ ബുക്സ് ആണ് യൂഷ്വലി നമ്മൾ ഒരു കമ്പനിയിൽ മെയിൻറ്റെയിൻ ചെയ്യാറ്, യൂഷ്വൽ ലെഡ്ജേഴ്സിൽ ഉപരിയായിട്ട് വേറെ എന്തൊക്കെയാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ്. അതർ ദാൻ ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ അതർ ദാൻ എന്താ പറയുക ജേർണൽ ലെഡ്ജർ അല്ലാതെ കണ്ട് വേറെ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയും ആരെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യാനുണ്ടോ? ആരെങ്കിലും ന്യൂ കമേഴ്സ് ഉണ്ടോ ഇതിൻ്റെ അകത്ത്? ഇല്ലല്ലോ. പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആൻഡ് യാ, സോ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എന്താണ് പർച്ചേസ് ബുക്ക്, എന്താണ് സെയിൽസ് ബുക്ക്, അതേപോലെ തന്നെ എന്താണ് റിട്ടേൺസ് ബുക്ക് അഥവാ പർച്ചേസ് റിട്ടേൺ ഉണ്ട്, സെയിൽസ് റിട്ടേൺ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന 4 സംഗതികൾക്ക് നമ്മൾ സെപ്പറേറ്റ് ബുക്സ് കീപ്പ് ചെയ്യാറുണ്ട്. എന്തിനായിരിക്കും ഇത്? എന്തിനായിരിക്കും സെയിൽസ് ബുക്കും പർച്ചേസ് ബുക്കും കീപ്പ് ചെയ്യുന്നത്? എനിവൺ? ആർക്കെങ്കിലും? റിവിഷനാ അത്? ആരാ പറയാ? ഹാൻഡ് റൈസ് ചെയ്തേ. പർച്ചേസ് റിട്ടേണും അല്ലെങ്കിൽ പർച്ചേസ് ബുക്ക്, സെയിൽസ് റിട്ടേൺ അഥവാ സെയിൽസ് ബുക്ക് ഒക്കെ എന്തിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ഈ 4 ബുക്കുകൾ എന്തിനായിട്ട് റിലേറ്റ് ചെയ്യുന്നതായിരിക്കും? മറച്ചു നോക്കാണ്ട് പറഞ്ഞൂടെ? ആരാ പറയാ? ഒരാളെ വിളിക്കാം. ഇന്ദ്രജ, ഹായ്. എന്തായിരിക്കും? എന്തിനാ നമ്മൾ ഈ പർച്ചേസ് ബുക്ക് അല്ലെങ്കിൽ സെയിൽസ് ബുക്ക് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ലൈക്ക് നമുക്ക് ഓൾറെഡി ക്യാഷ് ബുക്ക് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ സെയിൽസ് ഒക്കെ എവിടെ റെക്കോർഡ് ചെയ്യാറ് യൂഷ്വലി? അതൊക്കെ കഴിഞ്ഞിട്ട് എവിടെ കൊണ്ട് എഴുതാറ്? ക്യാഷ് സെയിൽസ് ഒക്കെ നടക്കുമ്പോൾ ലെഡ്ജറിൽ. ആ, എന്ത് ലെഡ്ജറിൽ? ക്യാഷ് ബുക്കിൽ അല്ലെ? ക്യാഷ് വന്നു എന്നുള്ളതൊക്കെ എഴുതും. അത് കൂടാണ്ട് പിന്നെ എന്തിനാ നമ്മൾ വേറൊരു സെയിൽസ് ഒക്കെ എഴുതി വെക്കുന്നത്? സെയിൽസ് ബുക്ക് എന്തിനാ മെയിൻറ്റെയിൻ ചെയ്യണേ അപ്പോ? ഓക്കെ, ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ ക്യാഷിൽ എഴുതി, അപ്പൊ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് എവിടെ എഴുതും? അതിനാണ് നമ്മൾ എന്ത് മെയിൻറ്റെയിൻ ചെയ്യണേ? സെയിൽസ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ക്ലിയർ ആയോ? എല്ലാവരും കൂടെ പറയണേ. ക്യാഷ് ട്രാൻസാക്ഷൻസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേറെ ബുക്കിന്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ ക്യാഷ് ബുക്കിൽ തന്നെയാണ് നമ്മളെല്ലാം റെക്കോർഡ് ചെയ്യാറ്. അപ്പൊ ക്യാഷിന്റെ പർച്ചേസ് നടന്നാലും ശരി, ക്യാഷിന്റെ സെയിൽസ് നടന്നാലും ശരി, നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യും? ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും. അതർ ദാൻ ദാറ്റ് ബാക്കിയെല്ലാം നടക്കുന്ന എന്തിന്റെ ബേസിലാ? ക്രെഡിറ്റ് ബേസിസിലാ അല്ലെ? അപ്പൊ ക്രെഡിറ്റ് ബേസിസിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ബുക്കും സെയിൽസ് ബുക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇറ്റ് ഈസ് സിമിലർ ടു വാട്ട്? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ഡെപ്പിക്ഷൻ ആയിരിക്കും. ഓപ്പോസിറ്റ് അല്ല, അതിന്റെ നേരെ റിഫ്ലക്ഷൻ ആണ് എന്ത് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പർച്ചേസ് സെയിൽസ്. ഇനി റിട്ടേൺ ബുക്സ് എന്തിനുള്ളതാ? റിട്ടേൺ ബുക്സ് എന്ന് പറയുന്നതും നമ്മൾ എന്താണോ പർച്ചേസ് ചെയ്തോ അതിനെ നമ്മൾ അങ്ങോട്ട് റിട്ടേൺ കൊടുത്തു, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് സെയിൽ പോയ സാധനം നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് റിട്ടേൺ വന്നു. ഈ 2 സാധനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പർച്ചേസ് റിട്ടേണും അതേപോലെ സെയിൽസ് റിട്ടേണും. അഥവാ നമുക്ക് അതിനെ വേറെ 2 പേരിലും കൂടെ പറയാം, റിട്ടേൺ ഇൻവേർഡ്സ് അഥവാ റിട്ടേൺ ഔട്ട്വേർഡ്സ് ബുക്ക്. ഓക്കെ, 2 ബുക്കുകൾ. റിട്ടേൺ ഇൻവേർഡ്സ് ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സെയിൽസ് റിട്ടേൺ. റിട്ടേൺ ഔട്ട്വേർഡ്സ് ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ. പുറത്തേക്കാണ്, റിട്ടേൺ ഔട്ടാണ്. റിട്ടേൺ ഇൻ എന്ന് വെച്ചാൽ സെയിൽസ് റിട്ടേൺ. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ തിയറി ബേസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അപ്പൊ പർച്ചേസ് ബുക്കിനെ ഓൾസോ നോൺ ആസ് പർച്ചേസ് ജേർണൽ, പർച്ചേസ് രജിസ്റ്റർ, പർച്ചേസ് ഡേ ബുക്ക്. എന്തൊക്കെ പറയാം? പർച്ചേസിന്റെ ജേർണൽ എന്ന് നമുക്ക് തന്നെ വേണമെങ്കിൽ വിളിക്കാം, പർച്ചേസ് രജിസ്റ്റർ എന്ന് വിളിക്കാം, അഥവാ പർച്ചേസ് ഡേ ബുക്ക് എന്ന് വിളിക്കാം. ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും അത് പർച്ചേസ് ബുക്ക് തന്നെയാണ്. ഓക്കെ, ആൻഡ് എന്തും കൂടെ പറയണേ? റെക്കോർഡ്സ് ഓൾ ക്രെഡിറ്റ് പർച്ചേസസ് ഓഫ് ഗുഡ്സ്. ക്യാഷ് പർച്ചേസ് അവിടെ റെക്കോർഡ് ചെയ്യില്ല, ക്രെഡിറ്റ് പർച്ചേസുകൾ മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. ക്രെഡിറ്റ് പർച്ചേസ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ കടത്തിന് പൈസ കൊടുക്കാതെ വാങ്ങുന്നതിനെയാണ് ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഷോസ് ഡീറ്റെയിൽസ് ലൈക്ക് ഡേറ്റ്, സപ്ലയർ,
ഇൻവോയ്സ് നമ്പർ ആൻഡ് എമൗണ്ട്. ആകെ അതിന്റെ പ്രൊഫോമയിൽ വരുന്ന സാധനങ്ങൾ ഇത്രേ ഉള്ളൂ. എന്താണ്? ഡേറ്റ്, സപ്ലയർ, ഇൻവോയ്സ് നമ്പർ, അതേപോലെ തന്നെ എമൗണ്ട്. ഡേറ്റ്, സപ്ലയർ, ഇൻവോയ്സ്, എമൗണ്ട്, 4 എണ്ണമാണ് അതിന്റെ പ്രൊഫോമയിൽ വരുന്നത്. ഡേറ്റ് കോളം ചെറുത് വരയ്ക്കുക. നെയിം ഓഫ് സപ്ലയർ, ആരാണോ നമുക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ആൾ, അല്ലെ? പർച്ചേസ് ചെയ്തതിന്റെ അർത്ഥം എന്താ? സപ്ലൈ ചെയ്യുന്നുണ്ട് ആരോ, നമുക്ക് വേണ്ടി നമുക്ക് ആരോ എടുത്ത് തരുന്നുണ്ട്, അല്ലെങ്കിൽ ആരുടെ കടയിൽ പോയിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. സോ സപ്ലയർ ആണ് നമ്മൾ എഴുതാറ്, അല്ലെ? നെയിം ഓഫ് സപ്ലയർ. ഇൻവോയ്സ് നമ്പർ, ഇൻവോയ്സ് നമ്പർ എന്ന് വെച്ചാൽ എന്താ? ബിൽ നമ്പർ. ഓക്കെ, ഇൻവോയ്സ് നമ്പർ എന്ന് വെച്ചാൽ ബിൽ നമ്പറിനെ തന്നെയാണ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. ബില്ല് നമുക്ക് അടിച്ചു തരുമല്ലോ, ബില്ല്, ആ നമ്പറാണ് ബിൽ നമ്പർ. അപ്പൊ ഇൻവോയ്സ് നമ്പർ ചെറിയൊരു കോളം, അതേപോലെ തന്നെ ലാസ്റ്റ് എമൗണ്ട് കോളം. എമൗണ്ട് കോളം വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ പൈസയുടെ കോളമൊക്കെ ഇട്ടിട്ട് പണ്ട് കാലത്തൊക്കെ വരയ്ക്കുമായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ പൈസ കോളം ആരും ഡിഫറൻഷിയേറ്റ് ചെയ്തിടാറില്ല. അങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. എമൗണ്ട് കോളത്തിന്റെ അകത്ത് തന്നെ ഒരു കുഞ്ഞു കോളം കൂടെ വരച്ചിട്ട് 0.00 എന്ന് വേണമെങ്കിൽ കാണിക്കാമെന്ന്. ക്ലിയർ അല്ലേ? അതാണ് യൂഷ്വലി പെർഫോമയിൽ വരുന്നത്. ആൻഡ് ഓൾസോ പറയുകയാണെന്താ? ഹെൽപ്സ് ട്രാക്ക് പർച്ചേസസ് ഫോർ അക്കൗണ്ടിങ് ആൻഡ് GST പർപ്പസ്. ഈ പറഞ്ഞ പോലെ GSTയുടെയും ഫയലിങ്ങിനും ഒക്കെ ആയിട്ട് ഈ പറയുന്ന അക്കൗണ്ടുകൾ യൂഷ്വലി റെഫർ ചെയ്യാറുണ്ട്. എന്ത്? ഈ പർച്ചേസ് ബുക്ക് ഒക്കെ. ഓക്കെ, സെയിൽസ് ബുക്ക് എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു സംഗതിയാണ്. ഓൾസോ നോൺ ആസ് സെയിൽസ് ജേർണൽ, സെയിൽസ് രജിസ്റ്റർ അഥവാ സെയിൽസ് ഡേ ബുക്ക്. പർച്ചേസ് ഡേ ബുക്ക് എന്ന് പറയുന്നു, സെയിൽസ് ഡേ ബുക്ക് എന്ന് പറയുന്നു. പർച്ചേസ് രജിസ്റ്റർ എന്ന് പറയുന്നു, സെയിൽസ് രജിസ്റ്റർ എന്ന് പറയുന്നു. പർച്ചേസ് ജേർണൽ, സെയിൽസ് ജേർണൽ, സിമിലർ നെയിംസ് തന്നെയാണ്. ഓക്കെ, ഡൗട്ട് വരണ്ട, മാറിപ്പോണ്ട. ജസ്റ്റ് ഇതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറയുവാണെങ്കിൽ സെൽഫായിട്ട് എഴുതാൻ പറ്റണം. ആൻഡ് ഓൾസോ പറയാണ് എന്താ? റെക്കോർഡ്സ് ഓൾ ദ ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്. അപ്പൊ ഇവിടെയും എന്തില്ല? ക്യാഷ് സെയിൽസ് ഇല്ല. സെയിൽസ് ബുക്കിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ക്രെഡിറ്റ് സെയിൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഷോസ് ഡീറ്റെയിൽസ് ലൈക്ക് ഡേറ്റ്, നെയിം ഓഫ് സപ്ലയർ അല്ല, ഇവിടെ പകരം എന്താണ്? നെയിം ഓഫ് കസ്റ്റമർ ആണ്. കാരണം സെയിൽസ് അല്ലേ? സെയിൽസ് നമ്മൾ ആർക്കാ കൊടുക്കണേ? കസ്റ്റമർക്കാണ് കൊടുക്കണേ. അപ്പൊ നെയിം ഓഫ് കസ്റ്റമർ ആയിരിക്കും ഉണ്ടാവുക. ഇൻവോയ്സ് നമ്പർ, അതേപോലെ തന്നെ എമൗണ്ട്. ഇൻവോയ്സ് എന്ന് പറയുന്നത് ബില്ല് തന്നെയാണ് കേട്ടോ. ഓക്കെ, പർച്ചേസ് ബില്ലും ഉണ്ട്, സെയിൽസ് ബില്ലും ഉണ്ട്. ഇൻവോയ്സ് തന്നെ രണ്ടിനെയും വിളിക്കാം നമുക്ക്. ക്ലിയർ അല്ലേ? ഇത്രയാണ് ഇവിടെ വരുന്ന പ്രൊഫോമ. ഡൗട്ട് ഇല്ലല്ലോ? ഡേറ്റ്, നെയിം ഓഫ് കസ്റ്റമർ, ഇൻവോയ്സ് നമ്പർ, എമൗണ്ട്. ഡേറ്റ് പെർട്ടിക്കുലേഴ്സിന് പകരമാണ് നമ്മൾ എന്ത് എഴുതണം? കസ്റ്റമറിന്റെ നെയിം എന്ന് എഴുതണം, നെയിം ഓഫ് കസ്റ്റമർ എന്ന് എഴുതണം. ഓക്കെ, വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല അതിൻ്റെ അകത്ത്. അപ്പൊ ഇതാണ് എന്താ? പർച്ചേസ് ബുക്ക് കഴിഞ്ഞു, സെയിൽസ് ബുക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ? പർച്ചേസ് റിട്ടേൺസ്. എന്താണ് പർച്ചേസ് റിട്ടേൺ നോക്കാം. ഓൾസോ നോൺ ആസ് റിട്ടേൺ ഔട്ട്വേർഡ്സ്, അല്ലെ? പർച്ചേസ് റിട്ടേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തും കൂടെ വിളിക്കാം? പുറത്തേക്ക് പോണ സാധനം, അല്ലെ? അപ്പൊ റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്ന് നമുക്ക് അതിനെ പറയാം. അതേപോലെ തന്നെ പർച്ചേസ് റിട്ടേൺ ബുക്ക് എന്ന് അതിനെ വിളിക്കാറുണ്ട്. ഓക്കെ, റെക്കോർഡ്സ് ഗുഡ്സ് റിട്ടേൺഡ് ടു സപ്ലയേഴ്സ്. സപ്ലയേഴ്സിന് കൊടുത്തതിനെയാണ് നമ്മൾ എന്ത് എഴുതാറ്? പർച്ചേസ് റിട്ടേൺ എന്ന് പറയാറ്, അല്ലേ? നമുക്ക് ആരുടേന്നാണോ നമ്മൾ വാങ്ങിയത്, പർച്ചേസ് ബുക്കിൽ ആരെയൊക്കെയാണോ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കണേ, അതിൻ്റെ അകത്തപ്പം നോക്കുമ്പോൾ എന്തിനൊക്കെ ആയിരിക്കും നമ്മൾ ഈ പർച്ചേസ് റിട്ടേൺ യൂസ് ചെയ്യുന്നത്? എന്തുകൊണ്ടായിരിക്കും പർച്ചേസ് റിട്ടേൺസ് വരുന്നത്? നമ്മൾ ഐറ്റം പർച്ചേസ് ചെയ്ത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ക്വാളിറ്റി ആ പ്രൊഡക്റ്റിന് ഉണ്ടാവില്ല, അല്ലെങ്കിൽ എക്സസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പൊട്ടലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഗുഡ്സിനെ റിട്ടേൺ ചെയ്യും. ക്ലിയർ ആണല്ലോ? അതുകൊണ്ടാണ് നമ്മൾ പർച്ചേസ് റിട്ടേൺ ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ലൈക്ക് ദ സെയിം ആണ് എന്ത്? സെയിൽസ് റിട്ടേൺ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സെയിൽസ് റിട്ടേണിന്റെ വേറൊരു പേര് എന്താ പറയുന്നത്? റിട്ടേൺ ഇൻവേർഡ്സ്, അല്ലെ? പർച്ചേസ് റിട്ടേൺ എന്ന് വെച്ചാൽ റിട്ടേൺ ഔട്ട്വേർഡ്സ് ആണ്. സെയിൽസ് റിട്ടേൺ എന്ന് വെച്ചാൽ റിട്ടേൺ ഇൻവേർഡ്സ് ആണ്. റെക്കോർഡ്സ് ഗുഡ്സ് റിട്ടേൺഡ് ബൈ ദ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സ് നമുക്ക് തിരിച്ച് സാധനങ്ങൾ കൊണ്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എവിടെയാണ് റെക്കോർഡ് ചെയ്യണത്? ഈ പറയുന്ന സെയിൽസ് റിട്ടേണിലേക്ക് ആയിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഈ റിട്ടേൺ ചെയ്യുന്ന നേരത്ത് നമ്മൾ 2 നോട്ടുകളും കൂടെ നമ്മളവിടെ പ്രിപ്പയർ ചെയ്യും. അപ്പൊ ഇതിന്റെ പെർഫോമിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. എന്തായിരിക്കും വ്യത്യാസം വരിക? പർച്ചേസ് റിട്ടേണിലാണെങ്കിൽ എന്തായിരിക്കും? ഡേറ്റ്, നെയിം ഓഫ് സപ്ലയർ, ഇൻവോയ്സ് അല്ല നമ്മളവിടെ കൊടുക്കുക. പകരം അതിന് വേറൊരു പേര് പറയും. എന്താണ്? ഡെബിറ്റ് നോട്ട്. ഡെബിറ്റ് നോട്ട് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഡേറ്റ്, നെയിം ഓഫ് സപ്ലയർ, ഡെബിറ്റ് നോട്ട്, എമൗണ്ട്. ഡെബിറ്റ് നോട്ട് എന്താ അപ്പോൾ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ സെയിൽസ് റിട്ടേണിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും ചെറിയൊരു വ്യത്യാസം വരും. ഡേറ്റ്, നെയിം ഓഫ് കസ്റ്റമർ, ക്രെഡിറ്റ് നോട്ട്, എമൗണ്ട്. ക്ലിയർ ആണോ? മുകളിലാണെങ്കിൽ ഡെബിറ്റ് നോട്ട് ആയിരിക്കും. എവിടെ? പർച്ചേസിലാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് റിട്ടേണിലാണെങ്കിൽ ഡെബിറ്റ് നോട്ട്, സെയിൽസ് റിട്ടേണിലാണെങ്കിൽ ക്രെഡിറ്റ് നോട്ട് ആയിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുക. എന്താ എഴുതിയേക്കണേ? എന്താണ് ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ? ഡെബിറ്റ് നോട്ട് ഈസ് എ ഡോക്യുമെന്റ് ഇഷ്യൂഡ് ബൈ ദ ബയ്യർ ടു സെല്ലർ. എന്താ ചെയ്യണേ? ബയ്യർ സെല്ലർക്ക് കൊടുക്കുന്ന ചെറിയൊരു ഡോക്യുമെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡെബിറ്റ് നോട്ട് എന്ന് വിളിക്കുന്നത്. എന്തിനെയാണ് കാണിക്കുന്നത്? ഇൻഡിക്കേറ്റിംഗ് ദ റിട്ടേൺ ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ്. ഞാൻ പർച്ചേസ് ചെയ്ത സാധനത്തിനെ എനിക്കിനി വേണ്ട, അതിന് എന്തൊക്കെയൊക്കെ കേടുപാടുണ്ട്, സോ ഞാൻ അതിനെ റിട്ടേൺ ചെയ്യാണ്. ഇറ്റ്സ് ലൈക്ലി സെയിങ് ദാറ്റ് ഹേയ് ഐ എം റിട്ടേണിംഗ് ദീസ്, സോ ഡെബിറ്റ് മൈ അക്കൗണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇത് നിങ്ങൾ എന്ത് തേങ്ങയാണോ എനിക്ക് തന്നത് ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാൻ മര്യാദൻ്റെ പൈസ തന്നു. അത് പറയുന്ന സാധനമാണ് എന്ത്? ഈ പറയുന്ന ഡെബിറ്റ് നോട്ട്. ക്ലിയർ ആണല്ലോ?
ഡെബിറ്റ് നോട്ട് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നമ്മളൊരു ഇൻറ്റിമേഷൻ അവർക്ക് കൊടുക്കുകയാണ്, എന്ത്, ഞാൻ നിങ്ങളുടെ ഗുഡ്സ് തിരിച്ച് റിട്ടേൺ ചെയ്യാണ്, സോ എൻ്റെ അക്കൗണ്ട് നിങ്ങൾ തിരികെ ഡെബിറ്റ് ചെയ്ത് തരണം, എനിക്ക് നിങ്ങൾ റിട്ടേൺ പൈസ തരണം. ക്ലിയർ ആണല്ലോ? അതാണ് ഡെബിറ്റ് നോട്ട്. അപ്പോൾ ഏത് നോട്ട് വഴിയാണ് അവർക്ക് സെൻഡ് ചെയ്തതെന്നുള്ളതാണ് ആ ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞ കോളത്തിൽ നമ്മൾ ഇടുന്നത്. നോട്ട് നമ്പർ 1 ആണെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് നോട്ട്. അതായത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പർച്ചേസുകൾ നടത്തിയിട്ടുണ്ടാവും, പല പല സപ്ലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഏതൊക്കെ ഗുഡ്സ് വേണമെങ്കിലും സെൻഡ് ചെയ്യാം. ചിലപ്പോൾ ഫസ്റ്റ് 2 കസ്റ്റമേഴ്സിന് സെൻഡ് ചെയ്തപ്പോൾ 1ഉം 2ഉം ഡെബിറ്റ് നോട്ട്സ് എഴുതി കൊടുത്തിട്ടുണ്ടാവും. ഇനി തേർഡ് കസ്റ്റമർക്ക് സപ്ലയർക്ക് റിട്ടേൺ ചെയ്യാൻ നേരത്ത് തേർഡ് ഡെബിറ്റ് നോട്ട് ആയിരിക്കും. അപ്പോൾ ആ നോട്ട് നമ്പേഴ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞ കോളം ഇൻവോയ്സ് നമ്പറിനെ പോലെ തന്നെ ഉള്ളത്. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെ ആരാ ഇഷ്യൂ ചെയ്യുന്നത്? ഈസ് ഇഷ്യൂഡ് ബൈ എ സെല്ലർ അല്ലേ? വിൽക്കുന്ന ആളാണ് എന്ത് ക്രെഡിറ്റ് നോട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പൊ സെല്ലർ എന്ത് ചെയ്യാണ്? ബയ്യർക്ക് വേണ്ടിയിട്ട് നോട്ട് കൊടുക്കുകയാണ്. എന്താ? അക്നോളജിങ് ദ റിട്ടേൺ ഓഫ് ഗുഡ്സ് സോൾഡ്. വിറ്റ സാധനം തിരിച്ചു വന്നത് ഓക്കെ, സെറ്റാണ് മോനെ, കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ഞാൻ ക്രെഡിറ്റ് ചെയ്തേക്കാം, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ പൈസ തന്നേക്കാം. ഇത് ടിറ്റ് ഫോർ ടാറ്റ് പോലെ അല്ലേ? പർച്ചേസ് ചെയ്ത ആള് ഡെബിറ്റ് നോട്ട് അങ്ങോട്ട് കൊടുക്കുമ്പോൾ പകരം സെയിൽ ചെയ്ത ആള് ക്രെഡിറ്റ് നോട്ട് തിരിച്ച് നമുക്ക് തരും. ക്ലിയർ ആയോ? അത് കൺഫ്യൂസ് ആയില്ലേ? നമ്മൾ സാധനം പർച്ചേസ് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ എവിടെ നിന്നാണോ പർച്ചേസ് ചെയ്തത് അയാൾക്ക് നമ്മൾ എന്ത് നോട്ട് കൊടുത്തു? ഡെബിറ്റ് നോട്ട്. എൻ്റെ അക്കൗണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് ഡെബിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, എനിക്ക് ക്യാഷ് വേണമെന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് നോട്ട് ഞാൻ കൊടുത്തു. പകരം ആ സെയിൽസ്മാൻ എന്ത് ചെയ്യും? ആ സപ്ലയർ എന്ത് ചെയ്യും? ബയ്യർക്ക്, കസ്റ്റമർക്ക് ഇൻ റിട്ടേൺ ക്രെഡിറ്റ് നോട്ട് കൊടുക്കും. ക്ലിയർ അല്ലേ? ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തേക്കാം, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഞാൻ തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അതാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഡെബിറ്റ് നോട്ട് ഈസ് ഈക്വൽ ടു പർച്ചേസ് റിട്ടേൺ, ക്രെഡിറ്റ് നോട്ട് ഈസ് ഈക്വൽ ടു സെയിൽസ് റിട്ടേൺ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഡെബിറ്റ് നോട്ട് എന്താണ്, ക്രെഡിറ്റ് നോട്ട് എന്താണെന്ന് മാറിപ്പോകരുത്. സെറ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് അക്കൗണ്ട് വരയ്ക്കാനുള്ള ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. പർച്ചേസ് ബുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് അപ്പോൾ ഫോർമാറ്റ് അറിയാമെന്ന് വിചാരിക്കുന്നു. ഫോർമാറ്റ് ആദ്യമേ നിങ്ങളൊരു പേപ്പറിൽ വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രാൻസാക്ഷൻസിനെ ഓരോന്നായിട്ട് എങ്ങനെ റെക്കോർഡ് ചെയ്യണം എന്നുള്ളത് നോക്കാം. ഓക്കെ. അപ്പോൾ ഫോർമാറ്റ് വരയ്ക്കുക. എന്താണ്? ഡേറ്റ്, നെയിം ഓഫ് സപ്ലയർ, ഇൻവോയ്സ് നമ്പർ, LF എമൗണ്ട്. ഓക്കെ, ലെഡ്ജർ ഫോളോയും കൂടി ഇട്ടോ കേട്ടോ. LF എന്ന് പറഞ്ഞൊരു കോളം കൂടി ഇട്ടോ. LF എമൗണ്ട്, ഡേറ്റ്, നെയിം ഓഫ് സപ്ലയർ, ഇൻവോയ്സ് നമ്പർ, LF അഥവാ ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്. ഇത്രയും കോളംസ് ആണ് വരുന്നത്. ഓക്കെ, ഡേറ്റ് വന്നിട്ടുണ്ട്, നെയിം ഓഫ് സപ്ലയർ വന്നിട്ടുണ്ട്, LF ചെറിയ കോളം വന്നിട്ടുണ്ട്, എമൗണ്ട്. ക്ലിയർ അല്ലേ? പ്രൊഫോമ നമ്മൾ വരച്ചു. ഇപ്പോൾ പ്രൊഫോമയുടെ മുകളിൽ എഴുതേണ്ട ഒരു പേരും കൂടി ഉണ്ടല്ലോ. എന്താണ്? പർച്ചേസ് ബുക്ക് എന്നൊരു ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് വേണം നിങ്ങൾ ബോക്സ് വരയ്ക്കാൻ കേട്ടോ. അല്ല, ഈ ബോക്സിന്റെ മണ്ടയിൽ പർച്ചേസ് ബുക്ക് എന്ന് എഴുതി വെക്കുക. കാരണം എന്ത് ബുക്കാന്ന് നമ്മൾ തിരിച്ചറിയണ്ടേ. ആൻഡ് ഫസ്റ്റ് ട്രാൻസാക്ഷൻസ് നമുക്ക് അത് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ. എല്ലാവരും വരച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കൈവീശിക്കോണേ. ഓക്കെ, ഒരാൾ കഴിഞ്ഞിട്ടുണ്ട്. എത്ര പേരുടെ കഴിഞ്ഞു? 3-4 പേര് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം. ബോട്ട് ഓഫ് ബി രത്നം കാലിക്കറ്റ് 100 kg sugar at ₹4.50 per kg. 50 kg tea at 14.50 per kg. Less trade discount 4%. ഏറ്റവും എളുപ്പമുള്ള കണക്കാണ് എന്ത് നമ്മൾ ഈ പറയുന്ന പർച്ചേസ് ബുക്കും കാര്യങ്ങളൊക്കെ കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും മടി വിചാരിക്കരുത്. ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലക്കാണെന്ന് വിചാരിച്ചോ. ഭയങ്കര എളുപ്പമാണ് നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ, ഒരു പാടുമില്ല. അപ്പോൾ നെയിം ഓഫ് സപ്ലയർ എന്താ? ബോട്ട് ഓഫ് ബി രത്നം അല്ലേ? ബി രത്നം കാലിക്കറ്റ് എന്നുള്ളതാണ് ആ കമ്പനിയുടെ പേര്. ശരിയാണല്ലോ?
അപ്പൊ നമ്മൾ ആദ്യം എഴുതേണ്ടത് 1st ജാനുവരി ആണ്. ഡേറ്റ് കോളത്തിൽ എന്ത് എഴുതുക? 1st ജാനുവരി 2015. അപ്പോൾ 11/15 എന്നുള്ള ഡേറ്റ് നമ്മൾ ഇട്ടു. ആൻഡ് ദെൻ കടക്കാരന്റെ പേര് എഴുതണം, വേണ്ടേ? ബി രത്നം. അപ്പൊ ഈ ബി രത്നം എന്നുള്ളത് എവിടെ എഴുതുക? നെയിം ഓഫ് സപ്ലയർ. ബി രത്നം കാലിക്കട്ട് എന്നുള്ളത് നെയിം ഓഫ് സപ്ലയറുടെ അവിടെ എഴുതുക. ക്ലിയർ ആണോ? ഇനിയാണ് നമുക്ക് കാൽക്കുലേഷൻ പേർപ്പസ് വരുന്നത്. എന്താണ്? 100 kg ഷുഗർ ആണ് നമ്മൾ വാങ്ങിയേക്കുന്നത്. 100 kg ഷുഗർ അറ്റ് ₹4.50. 4.50 റുപ്പീസ് ആണ്. അതായത് 1 kgക്ക് 4.5 ആണെന്ന് സാരം. അപ്പൊ എത്ര 100 kgക്ക്? കാൽക്കുലേറ്റ് ചെയ്തോ. അപ്പൊ എന്ത് എഴുതണം? നമുക്ക് കണ്ടന്റിൽ എഴുതാ. എന്താണ്? 100 kg ഷുഗർ അറ്റ് 4.50 എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. എത്ര വന്നിട്ടുണ്ട് നമുക്ക്? ഇന്നർ കോളത്തിൽ തന്നെ എഴുതാം കേട്ടോ. 450. ശരിയല്ലേ? 450 അല്ലേ വരിക? 100 kg ഷുഗർ അറ്റ് 4.50. അപ്പോൾ 100 into 4.50 450 ഇന്നർ കോളത്തിൽ എഴുതി. ഇനി എന്താ വാങ്ങിയേക്കണം നമ്മൾ? 50 kg ടീ അറ്റ് 14.50 per kg അല്ലേ? 50 kg നമ്മൾ ടീ പൗഡറും വാങ്ങിയിട്ടുണ്ട്, തേയില വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അതിനും നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതുക. എന്താണ്? 50 kg ടീ അറ്റ് 14.50 എന്ന് എഴുതുക. മൾട്ടിപ്ലൈ ചെയ്യുക. എമൗണ്ട് കോളത്തിൽ ഇടുക. എത്ര വരിക? 50 into 14.50. 725 വരും. ഇനി അടുത്ത ഐറ്റം പറഞ്ഞിട്ടുണ്ട് ലെസ് ട്രേഡ് ഡിസ്കൗണ്ട്. എത്ര പെർസെൻറ്റേജാണ് പറഞ്ഞേക്കണത്? ട്രേഡ് ഡിസ്കൗണ്ട് 4% ആണ് കേട്ടോ പറഞ്ഞേക്കണത്. ട്രേഡ് ഡിസ്കൗണ്ട് 4% പറഞ്ഞിട്ടുണ്ട്. അതും നമ്മൾ എന്ത് ചെയ്യണം? ട്രേഡ് ഡിസ്കൗണ്ട് കുറയ്ക്കണ്ടേ? അപ്പൊ ആദ്യം ഇത് ടോട്ടൽ ചെയ്യുക. പ്ലസ് 450. സോ 1175. നോട്ട്. ഹലോ, ഇപ്പൊ കാണുന്നില്ല എല്ലാവർക്കും? നേരത്തെ ഇപ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ചെയ്തതാണേ. അപ്പൊ ഡേറ്റ് ഇട്ടു നമ്മൾ. 100 kg ഷുഗർ അറ്റ് 4.50 എന്ന് എഴുതി. 450. 50 അടുത്ത എന്താണ്? 50 kg ആയിരുന്നു അല്ലേ? 50 kg ടീ അറ്റ് 14.50. 725 വന്നു. ടോട്ടൽ ചെയ്തിട്ടു. ഇനി അതിൽ നമുക്ക് എന്താ മൈനസ് ചെയ്യാനുള്ളത്? ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട് അല്ലേ? അറ്റ് 4%. അപ്പോൾ ഈ 1175ന്റെ 4% കണ്ടുപിടിക്കുക. എത്ര വരും? 47 വരും. എന്നിട്ട് എമൗണ്ട് കോളത്തിലേക്ക് എന്ത് എഴുതുക? എമൗണ്ട് എടുത്ത് എഴുതുക. 1128. ക്ലിയർ ആണോ? ഫസ്റ്റ് ട്രാൻസാക്ഷൻ ആണ്, വേഗം കഴിഞ്ഞു അല്ലേ? നമ്മൾ ആദ്യം എന്ത് എഴുതി? ബി രത്നം കാലിക്കട്ട് എന്ന് എഴുതി. വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് അണ്ടർലൈൻ ഒക്കെ ചെയ്യാം കേട്ടോ. സപ്ലയറുടെ നെയിമിൻ്റെ അവിടെ വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ബി രത്നം കാലിക്കറ്റിൻ്റെ ട്രാൻസാക്ഷൻസ് ആയിരുന്നു. 100 kg ഷുഗർ ഉണ്ടായിരുന്നു, അതേപോലെ 50 kg ടീ ഉണ്ടായിരുന്നു. രണ്ടിൻ്റെയും ടോട്ടൽ എടുത്തു. അതിൽ നിന്ന് ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ റിസീവ് ചെയ്തത് കുറച്ചു. അത് കഴിഞ്ഞിട്ട് ടോട്ടൽ എമൗണ്ട് പുറത്തേക്ക് എഴുതി. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? അപ്പൊ ഈ എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്? ആൾക്ക് പേ ചെയ്യാനുള്ളത്. ഇത് പെയ്ഡ് ആണല്ലോ അല്ലേ? ക്രെഡിറ്റ് ആണ്. സോ ഇറ്റ്സ് നോട്ട് പെയ്ഡ്, വി ഹാവ് ടു പേ ദിസ് എമൗണ്ട്. അതുകൊണ്ടാണ് ട്രേഡ് ഡിസ്കൗണ്ട് കാണിച്ചേക്കുന്നത് കേട്ടോ.
യൂഷ്വലി ട്രേഡ് ഡിസ്കൗണ്ട് ആണെങ്കിൽ നമ്മൾ അക്കൗണ്ട്സിൽ കാണിക്കില്ല എന്നല്ലേ പഠിച്ചേക്കണേ, അല്ലേ? ട്രേഡ് ഡിസ്കൗണ്ട് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ട്സിൽ കാണിക്കില്ല എന്നാണ് പഠിച്ചേക്കണേ. ക്യാഷ് ഡിസ്കൗണ്ട്സ് മാത്രമാണ് നമ്മൾ യൂഷ്വലി ക്യാഷ് ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്നും ക്യാഷ് ഡിസ്കൗണ്ട് അലൗഡ് എന്നും പറഞ്ഞിട്ട് കൊടുക്കാറ്. ട്രേഡ് ഡിസ്കൗണ്ട് ഇവിടെ കാണിക്കാൻ കാരണം നമ്മൾ ഇവിടെ ഇതുവരെ പേയ്മെന്റ് നടത്തിയിട്ടില്ല, നമ്മൾ ഇനി പേ ചെയ്യാനുള്ളതാ, അല്ലേ? പേയ്മെന്റ് നടത്തിയതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ ക്യാഷ് ബുക്കിൽ ഇടുന്ന സമയത്ത് ട്രേഡ് ഡിസ്കൗണ്ടിന്റെ കാര്യം നമ്മൾ കാണിക്കാറുണ്ടോ? ഇല്ല, നമ്മൾ ആ റിമൈനിങ് എമൗണ്ട് മാത്രമേ കാണിക്കാറുള്ളൂ. ഇവിടെ നമ്മൾ 4% റിസീവ് ചെയ്തത് കൊണ്ടാണ് ഈ ബാലൻസ് എമൗണ്ട് പേ ചെയ്യാനുള്ളതെന്ന് ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ട്രേഡ് ഡിസ്കൗണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിക്കരുത് അയ്യോ കാണിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഈ അക്കൗണ്ടിൽ എഴുതി വെച്ചെന്ന് ചിന്തിക്കാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. സെറ്റ് അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ബാക്കി ഇതേപോലെ ചെയ്യാലോ. ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കാം, അപ്പൊ ഇത് ഞാൻ മാറ്റി കിട്ടോ, കുഴപ്പമില്ലല്ലോ. ഇതേപോലെ ബാക്കിയുള്ളത് എഴുതി പോയാൽ മതി, ഞാൻ പറയാവേ. ഡൗട്ട്സ് തോന്നുകയാണെങ്കിൽ എന്നോട് ചോദിക്കണം. സെറ്റ് അല്ലേ? ഫസ്റ്റ് ട്രാൻസാക്ഷൻ കഴിഞ്ഞു. സർ ക്വസ്റ്റ്യൻ ഇടാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 7th പർച്ചേസ്ഡ് ഫ്രം അരുൾ ജ്യോതി ട്രേഡേഴ്സ് കൊച്ചിൻ 10 bags of rice at 150 per bag ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് 5%. അപ്പൊ അടുത്ത ആളുടെ ഡേറ്റ് ഇടുക 7th ആണ്, 7/1/2015. ഇന്ന കോളത്തിൽ നെയിം ഓഫ് സപ്ലയറിന്റെ താഴെ എന്ത് എഴുതുക? അരുൾ ജ്യോതി ട്രേഡേഴ്സ് കൊച്ചിൻ, നിങ്ങളുള്ള പേരാണ് അരുൾ ജ്യോതി കൊച്ചിൻ ട്രേഡേഴ്സ് കൊച്ചിൻ ഇടുക. താഴെ എന്ത് എഴുതുക? 10 bags of rice at 150 per bag. അപ്പോ 150 into 10 എത്ര കിട്ടി? 1500 എന്ന് കിട്ടി. ആ 1500 ഇന്നർ കോളത്തിൽ എഴുതുക. അതിൽ നിന്ന് നമുക്ക് എന്താ കുറയ്ക്കേണ്ടത്? ട്രേഡ് ഡിസ്കൗണ്ട് 5% നമ്മൾ കുറയ്ക്കണം. 5% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരിക? ഓക്കെ, നമുക്ക് ആ മെത്തേഡ് ഡിസ്കസ് ചെയ്യാം. അതും ഇത് ഡോണ്ട് വറി, നമുക്കെല്ലാം ഡിസ്കസ് ചെയ്യാം. ഇത് ഡൗട്ട് തോന്നുന്നുണ്ടോ? അത് തന്നെ അത് ഇതോടെ ഇല്ലല്ലോ. അപ്പൊ അതിൽ നിന്ന് 5% ആയിട്ടുള്ള 75 കുറയ്ക്കുക. എന്നിട്ട് റിമൈനിങ് എമൗണ്ടിനെ നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് ഇടുകയാണ്. 1425 എമൗണ്ട് കോളത്തിലേക്ക് വന്നു. ക്ലിയർ അല്ലേ? ഇനി സെയിം ഡേന് തന്നെ 7th നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബോട്ട് ഓഫ് സി രാജൻ മദ്രാസ് 50 bags of wheat at 100 per bag ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് 10%. സെയിം ആണ് ഫോമാറ്റ്, നോ ഡിഫറൻസ്. നമ്മൾ അതങ്ങ് എടുത്ത് എഴുതിയാൽ മാത്രം മതി അല്ലേ? സി രാജൻ മദ്രാസ് എന്ന് ഇടുക. 7th തന്നെയാണ്. വീറ്റ് ആണ്, 100 per bag ആണ്. സോ 50 bags വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ 50 bags of wheat at 100 per bag എന്നുള്ള ഇടുക. 5000 ആണ് എമൗണ്ട് വരുന്നത്. ആ 5000 നിന്ന് 10% ഡിസ്കൗണ്ട് വരുന്നത്. 5000 10% വെച്ചാൽ എന്തായിരിക്കും? 500 ആയിരിക്കും. അപ്പൊ റിമൈനിങ് 4500 നമ്മൾ എവിടേക്ക് ഇടുക? എമൗണ്ട് കോളത്തിലേക്ക് ഇടുക. ആൻഡ് വൺ മോർ തിങ്, ഞാൻ മറന്നുപോയ സാധനം, ഇൻവോയ്സിന്റെ അവിടെ 1 2 3 എന്ന നമ്പർ ഇട്ടോ കേട്ടോ. ഓർഡറിലല്ലേ നമുക്ക് ട്രാൻസാക്ഷൻസ് വന്നേക്കുന്നത്. സോ ഇൻവോയ്സ് 1 by 1 1 2 3 എന്നുള്ളത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ അടുത്തത് എഴുതുക. 18th ഡേറ്റ് ഇടാൻ മറക്കണ്ട. 18th January 2015 ആണ്. ഇനി അവിടെ എന്താ പറഞ്ഞേക്കണേ? നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഫോണ്ട് കുറച്ച് മങ്ങിയതാണ്, ജസ്റ്റ് ഒന്ന് നോക്കുക. പർച്ചേസ്ഡ് ഡി കുര്യൻ തൃശ്ശൂർ ആണ്. 15 ചെസ്റ്റ് ഓഫ് ടീ ബാഗിനെ പറയുന്ന വേറെ പേരാട്ടോ, ചെസ്റ്റ് എന്ന് പറയുന്നത്. ചെസ്റ്റ് ഓഫ് ടീ ഈച്ച്
30 IB at 25 per IB. എടാ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. 30 IB at 5 ആണ്, 5 per IB ആണ്, 25 അല്ല 5 ആണ്. ഒന്ന് കറക്റ്റ് ചെയ്തേക്കും. അതാ റുപ്പീ സിമ്പിൾ 2 ആയിട്ട് റീഡ് ആയതാ സെൻഡ് ചെയ്തപ്പോൾ. അപ്പോൾ ഓക്കെ, എന്തായിരുന്നു പർച്ചേസർ ഡി കുര്യൻ തൃശ്ശൂർ 15 ചെസ്റ്റ് ഓഫ് ടീ ഈച്ച് 30 IBs ആയിരുന്നു അതിൻ്റെ അകത്ത്, അറ്റ് 5 per IB ആയിരുന്നു അല്ലേ. അപ്പം 30 എണ്ണം ഉണ്ടായിരുന്നു IBs, അതിൻ്റെ അകത്ത് 5 per IB ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കാൽക്കുലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 ചെസ്റ്റ് ഓഫ് ടീ ഉണ്ടായിരുന്നു, ഒരു ചെസ്റ്റിൻ്റെ അകത്ത് 30 IBs ഉണ്ടാവും എന്നാണ് പറയുന്നത്, 30 IB പാക്കുകൾ. അപ്പോൾ ആ 30 എണ്ണത്തിൻ്റെ ഒരു പാക്കിൻ്റെ വില 5 rupees ആണ്. അപ്പോൾ 30 × 5 ആദ്യം ചെയ്യണം, അത് കഴിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ, × 15 ചെയ്യാൻ. ക്ലിയർ അല്ലേ? × 5 150 കിട്ടും, × 15 ചെയ്യുമ്പോൾ 2250 എന്നുള്ളതാണ് നമുക്ക് എമൗണ്ട് കോളത്തിൽ വരിക. ഓക്കെ, നമുക്ക് എന്ത് 7th? ആ ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പം നോക്കണോ ലാസ്റ്റ് നോക്കണോ? റിഹാനെ എന്താ ഡൗട്ട് ചോദിച്ചോ, അൺമ്യൂട്ട് ചെയ്തോ. സെവൻത്ത് വൺ പർച്ചേസ്ഡ് ഫ്രം അരുൾ ജ്യോതി ട്രേഡേഴ്സ് ഹെഡിങ് കൊടുത്തു. 10 bags ഓഫ് റൈസ് അറ്റ് 150 rupees അല്ലേ, പെർ ബാഗ് ആണ് പറയണേ. അപ്പോൾ 150 × 10 ചെയ്ത് എത്ര കിട്ടി, 1500 കിട്ടി. അതാണല്ലോ നമ്മൾ പർച്ചേസ് ചെയ്ത എമൗണ്ട്. അതിൽ നിന്ന് നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് ഒരു 5% കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1500 നിന്ന് 5% ഡിസ്കൗണ്ട് കുറച്ചിട്ട് ബാക്കി എമൗണ്ട് നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് ഇട്ടു. ലൈക്ക് ദ സെയിം ആണ് അടുത്ത ഡേറ്റിൽ വന്നത്. 50 ബാഗ് വാങ്ങിച്ചു, അതിൻ്റെ അകത്ത് ഒരു ബാഗിന്റെ വില 100 rupees ആണ്, അവർക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ 50 × 100 5000 ആയിരിക്കും എമൗണ്ട്, അതിന്റെ 10% എന്ന് പറയുമ്പോൾ 500 കുറയ്ക്കുക, ടോട്ടൽ എമൗണ്ട് ഇപ്പുറത്തേക്ക് കിട്ടും. ഇപ്പത്ത് 30 ചെസ്റ്റ് ഓഫ് IB അതിന്റെ കണക്കൊന്നും നോക്കണമല്ലോ. അത് നോക്കിയോ, 22nd എന്താണ് പർച്ചേസ്ഡ് ഫ്രം ഡേവിഡ് ആൻഡ് കോ പാലക്കാട് അല്ലെങ്കിൽ പൽഗട്ട് 15 tins ഓഫ് ബിസ്ക്കറ്റ് അറ്റ് 75 per tin. അങ്ങനെ 10 tins ഉണ്ട് ഓഫ് സ്വീറ്റ്സ് അറ്റ് 60 per tin. ഇതിൻ്റെ അകത്ത് നമുക്ക് വേറെ ഡിസ്കൗണ്ടുകളൊന്നും റിസീവ് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, എമൗണ്ട് എടുത്ത് എമൗണ്ട് കോളത്തിലേക്ക് ഇടുക.
purchased from David and Co. Palakkad 15 tins of biscuit at 75 per tin. അപ്പോൾ 15 into 75 1125 വരും. അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ എന്താ പറയുന്നത് 10 tins of sweets at 60 per tin 600 വരും. ടോട്ടൽ 1725 ഔട്ടർ കോളത്തിലേക്ക് വരും. ആൻഡ് ലാസ്റ്റ് 31st ബോട്ട് ഓഫ് ദിവാകർ ആൻഡ് കോ സേലം. അവിടുന്ന് 300 kg ഷുഗർ ആണ് അറ്റ് 3.50 per kg. 300 into 3.50 നോക്കുക 1050 വരും. ആൻഡ് 150 kg ഓഫ് കോഫിയും കൂടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അവർ അറ്റ് 11.50. അതിനും 1725 വരും. അവരുടെ ഇന്ന് ടോട്ടൽ ഈ എമൗണ്ട് എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ ട്രേഡ് ഡിസ്കൗണ്ട് 10% കണ്ടുപിടിക്കാൻ. അപ്പോൾ 2775 എന്ന് വേണം എന്ത് ചെയ്യാൻ 10% കുറയ്ക്കാൻ. അപ്പോൾ 2497.50 എന്ന് വരും എമൗണ്ട് കോളത്തിൽ. ടോട്ടൽ എത്ര കിട്ടി? എന്നിട്ട് ഈ എമൗണ്ട് കോളം ടോട്ടൽ ചെയ്യുക. ഇപ്പുറത്ത് എന്ത് എഴുതണം? ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് എന്ന് കൊടുക്കുക കേട്ടോ. മറ്റേ നെയിം ഓഫ് സപ്ലയർ പെർട്ടിക്കുലർ കോളത്തിൻ്റെ ഏറ്റവും താഴെ ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് എന്ന് കൊടുക്കുക. ടോട്ടൽ ചെയ്യുക, ടോട്ടൽ എമൗണ്ട് എഴുതുക. ഓക്കെ.
ടോട്ടൽ എമൗണ്ട് ഇത് വന്നോ 13,525.50 എന്ന് വന്നോ വന്നോ വന്നില്ലേ? ഓക്കെ വന്നു. ആ 0.5 മറക്കണ്ട കേട്ടോ, 0.50 എന്നും കൂടെ വരും. ക്ലിയർ അല്ലേ? അമൻ ചോദിച്ചോ. 18 മോഡ് പറയാം. പർച്ചേസ്ഡ് ഡി കുര്യൻ തൃശ്ശൂർ 15 ചെസ്റ്റ് ഓഫ് ടീ. ഈ ചെസ്റ്റ് ഓഫ് ടീക്ക് വേണമെങ്കിൽ നീ ടീ ബാഗ് ഉദ്ദേശിച്ചോ, ഗ്രീൻ ടീയുടെ ബാഗ് കണ്ടിട്ടില്ലേ? അപ്പൊ അത് ഒരു പാക്കറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു 10 എണ്ണം ഉണ്ടാവും. അങ്ങനത്തെ 2-3 ചെസ്റ്റുകൾ, അങ്ങനെ ഒരു 15 എണ്ണം വാങ്ങിച്ചു എന്നാണ് ആൾ പറയണത്. അപ്പൊ 15 ചെസ്റ്റ് ഓഫ് ടീ ഈച്ചിൽ ഓരോന്നിലും 30 IBs വീതം ഉണ്ടാവും. അതിൽ ഒരു IBയുടെ വില എന്ന് പറയുന്നത് 5 rupees ആണെന്ന് പറയുന്നത്. ഒരു ടീ ബാഗിന്റെ വില 5 rupees ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം 30 into 5 ചെയ്യണ്ടേ, അപ്പോൾ 150 കിട്ടും. ശരിയല്ലേ? 3 into 5 15, 0 150. ഇനി 150 into 15 ചെയ്യുക. അപ്പം എത്ര വന്നു? 150 into 15 2250 എന്ന് കിട്ടും. 2250 ആണ് ഇപ്പം എമൗണ്ട് കോളത്തിൽ വരിക എന്ന്. അങ്ങനെ ഇതിങ്ങനെ ഡയറക്റ്റ് പോവുക, എഴുതിയിടുക, ടോട്ടൽ ചെയ്യുക, നമ്മുടെ പർച്ചേസ് അക്കൗണ്ട് തീർന്നു. ഇനി അദ്വൈത് പഠിച്ച മെത്തേഡും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ എനിക്കറിയില്ല അദ്വൈത് ഇത് മെത്തേഡ് ഫോളോ ചെയ്തെന്ന്. അദ്വൈത് ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഹായ്. നമ്മുടെ പഠിച്ചതിൽ ഡേറ്റ്, അതേപോലെ പെർട്ടിക്കുലേഴ്സ്, ഇൻവോയ്സ് നമ്പർ, LF, പിന്നെ ഡീറ്റെയിൽസ് കോളം, കോസ്റ്റ്, ഫ്രൈറ്റ്, ഇൻവേർട്സ്, അങ്ങനെ കുറെ കോളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണോ? ഓക്കെ. പാക്കിംഗ് ചാർജസ് ടോട്ടൽ. അപ്പോൾ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് അനുസരിച്ച് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഞാൻ സിമ്പിൾ ക്വസ്റ്റ്യൻ എടുത്തിട്ട് നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തന്നെ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതേ ചാർജസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഈ പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ തന്നെ ഇട്ടിട്ട് ടോട്ടൽ ചെയ്തിട്ട് നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് ഇട്ടാലും പ്രോബ്ലം വിൽ ബി കറക്റ്റ്. അതാണ് അതിൻ്റെ അകത്ത് വരുന്ന ഡിഫറൻസ്. അതല്ലാണ്ട് ബാക്കിയെല്ലാം ഡിവിഷൻസ് എല്ലാം കറക്റ്റ് ആയിരിക്കും. ലാസ്റ്റ് അവർ ചെയ്യുന്നത് എന്താ ചെയ്യണേ, ടോട്ടലിന് ഇടും, അതിൻ്റെ അകത്തേക്ക് ഡെബിറ്റിലേക്കാണെങ്കിൽ DR ഇടും, ക്രെഡിറ്റിലേക്കാണെങ്കിൽ CR ഇടും. അത് കഴിഞ്ഞിട്ട് ടോട്ടൽ എമൗണ്ട് ബാലൻസ് ചെയ്തിടും. ഇതല്ലേ മെത്തേഡിൽ വ്യത്യാസം വരുന്നുള്ളൂ, അത്ര വരുന്നുള്ളൂ. അതിൻ്റെ അകത്ത് ഈ എമൗണ്ട് എന്നുള്ള കോളത്തിന് പകരമാണ് അവർ ഇത്രയും സ്പ്ലിറ്റ് ഇട്ടേക്കുന്നത്. എമൗണ്ട് കോളം എന്നുള്ളിടത്ത് നമ്മൾ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്, കോസ്റ്റ് വന്നിട്ടുണ്ട്, ഫ്രൈറ്റ് ഇൻവേർട്സ് വരുന്നുണ്ട്, പാക്കിംഗ് ചാർജസ് വരുന്നുണ്ട്, ഏറ്റവും ലാസ്റ്റാണ് ടോട്ടൽ എന്ന് പറഞ്ഞൊരു കോൾ ഇടുന്നത്. നിങ്ങൾ അങ്ങനെയും മെത്തേഡ്സ് ചിലപ്പോൾ ഫോളോ ചെയ്തിട്ടുണ്ടാവാം ക്ലാസ്സിൽ. ആ മെത്തേഡ് ഫോളോ ചെയ്ത് എത്ര പേരുണ്ട്? ജസ്റ്റ് ഒന്ന് കൈവിശ്. 1 2 3 4. ഓക്കെ 4. ഒരുവിധം പേർക്ക് ആ മെത്തേഡാണോ വന്നേക്കുന്നത്? 5 പേര് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ, എത്ര പേർക്ക് ആ മെത്തേഡ് വന്നേക്കുന്നത് എന്നുള്ള? ഒരുപാട് കോളം വരച്ച് ചെയ്യുന്നത്. 1 2 3 4 5 6. ഓക്കെ, 6 പേർക്ക് ആ മെത്തേഡ് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് ഈ മെത്തേഡിലാണ് ചെയ്തേക്കുന്നത് അല്ലേ? വലിയ മാറ്റമൊന്നുമില്ല മക്കളെ, ഞാൻ വരച്ച് കാണിച്ചു തരാം കേട്ടോ. നമുക്കൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് അതിൻ്റെ അകത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് പറ്റിയാൽ നമുക്ക് നാളെ ചെയ്യാം. ഇന്ന് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ അത് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് അടുത്തയിലേക്ക് പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു വാമപ്പ് ആവാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ, അല്ലെങ്കിൽ കുറേ നേരമല്ലേ ബോറടിക്കുന്നു. എല്ലാവരും ഒന്ന് എഴുന്നേക്കുക. യൂഷ്വലി നമ്മൾ ചെയ്യുന്ന പോലെ ഒന്ന് ബാക്കിൽ കൈ രണ്ടും ലോക്ക് ചെയ്യുക, നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക, ഓപ്പോസിറ്റ് ലോക്ക് ചെയ്യുക, നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക, ട്വിസ്റ്റ് ചെയ്യുക രണ്ട് സൈഡും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒത്തിരി സ്ട്രെസ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കാല് രണ്ടും നന്നായിട്ട് കവച്ച് വെച്ചിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തൊട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇവിടത്തേക്ക് ഞൊട്ട പൊട്ടണതിൻ്റെ ഒച്ചയാക്കാം. ഇരുന്നോണ്ടല്ല കേട്ടോ. എല്ലാവരും ജസ്റ്റ് ഇടയ്ക്കൊന്ന് വാമപ്പ് നല്ലതാ. ഒരേ ഇരിപ്പല്ലേ ഇരിക്കണേ നിങ്ങൾ ക്ലാസ്സിൽ ഫുള്ള് തീർന്നവരെ. സോ ഇടയ്ക്കൊക്കെ ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നല്ലതായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ നമ്മൾ രണ്ടാമത് റിവിഷൻ ചെയ്യുമ്പോൾ ഈ സാധനം ഒന്നും ചിലപ്പോൾ തലയിൽ കയറില്ല.
മക്കളെ ഇരുന്നോട്ടോ, ഇരുന്നു. നമുക്കപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത സെയിൽസ് ബുക്കാണ്. സെയിൽസ് ബുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ ഫോളോയിങ് ആർ ദ ട്രാൻസാക്ഷൻസ് entered in the sales day book of a furniture dealer. Prepare his sales book for the February and post them to the respective ledger accounts. ക്ലിയർ ആണല്ലോ? സെയിൽസ് ബുക്ക് വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. സോ നിങ്ങൾ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. അപ്പോഴേക്കും നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ആ ക്വസ്റ്റ്യൻ പോലെ ആക്കാന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ. സെയിൽസ് ബുക്ക് എന്ന ഹെഡിങ് കൊടുത്തു. ആൻഡ് ഫസ്റ്റ് ഡേറ്റ് കോളം ഇട്ടു. ഇനി അടുത്തത് നമുക്ക് പെർട്ടിക്കുലേഴ്സ് ഇട്ടാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് എഴുതണം? നെയിം ഓഫ് കസ്റ്റമർ എന്നാണ് എഴുതേണ്ടത്. ഇതിപ്പോ വേറെ രീതിയിൽ ചെയ്ത് നോക്കാം അല്ലേ? പെർട്ടിക്കുലേഴ്സ് എന്ന് പറഞ്ഞൊരു കോളം വരച്ചു. ആൻഡ് ദെൻ അടുത്ത കോളം വരുന്നത് ഇൻവോയ്സ് ആണ്. ഇൻവോയ്സ് നമ്പർ, അതിൻ്റെ അകത്ത് ചേഞ്ചസ് ഒന്നുമില്ല. ആൻഡ് ദെൻ LF, ledger folio. ആൻഡ് ദെൻ ഡീറ്റെയിൽസ് എന്നുള്ളൊരു കോളം നമുക്ക് കൊടുക്കാം. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് എന്ത് പറഞ്ഞത്? എമൗണ്ട് എന്നുള്ളൊരു കോളം കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരുപാട് മറ്റ് കോസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കൊടുക്കാനില്ല. അതുകൊണ്ടാണ് ഈ രണ്ട് കോളത്തിൽ ഒതുങ്ങി കേട്ടോ. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ ഫോർമാറ്റ് ഇതിൽ വരുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഫസ്റ്റ് ട്രാൻസാക്ഷൻ പോവാം. നമുക്കപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിച്ചു നോക്കാം. എന്താണ്? ദ ഫോളോയിങ് ആർ ദ ട്രാൻസാക്ഷൻസ് എൻറ്റേർഡ് ഇൻ ദ സെയിൽസ് ഡേ ബുക്ക് ഓഫ് എ ഫർണിച്ചർ ഡീലർ. ഓക്കെ, ആളപ്പോൾ സെയിൽ ചെയ്യുന്ന ബിസിനസ് എന്താണ്? ഫർണിച്ചർ ആണ് കേട്ടല്ലോ. ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഓൺ 2016 ഫെബ്രുവരി 1 സോൾഡ് ഗുഡ്സ് ടു അനിൽ 5 വുഡൻ ടേബിൾസ് അറ്റ് 135 പെർ ടേബിൾ. അപ്പോൾ ഒരു ടേബിളിന് 135 ആയിരിക്കും. അങ്ങനെ എത്ര ടേബിൾ കൊടുത്തു? 5 ടേബിൾസ് കൊടുത്തു. അപ്പൊ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ആളുടെ പേരാണ്. അനിൽ എന്ന് നമുക്ക് പേര് കൊടുക്കാം. അപ്പൊ ഫസ്റ്റ് അനിൽ എന്ന പേര് നിങ്ങൾ ഹെഡിങ് പോലെ കൊടുക്കുക. ആൻഡ് താഴെ എന്ത് എഴുതുക? 5 വുഡൻ ടേബിൾസ് അറ്റ് 135 പെർ ടേബിൾ എന്ന് കൊടുക്കുക. അറ്റ് ദ റേറ്റ് എന്ന് ഇട്ടാൽ മതി കേട്ടോ. അറ്റ് ഇടുമ്പോൾ എപ്പോഴും നിങ്ങൾ അറ്റ് ദ റേറ്റ് എന്നുള്ള സാധനം സിമ്പിൾ യൂസ് ചെയ്യുക. അറ്റ് ദ റേറ്റ്, അല്ലാണ്ട് 80 എന്ന് ഇടണ്ട, അറ്റ് ദ റേറ്റ് എന്ന് ഇട്ടാൽ മതി. അതാണ് കുറച്ചും കൂടെ അക്കൗണ്ട് സ്റ്റാൻഡേർഡ്. ഓക്കെ, എന്നിട്ട് ഇൻവോയ്സിന്റെ അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 എന്നിടാം. ഇൻവോയ്സ് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ഇൻവോയ്സ് നമ്പർ കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ 1 എന്നുള്ളത് കൊടുക്കുക. ഇനി ഡീറ്റെയിൽസ് കോളത്തിന്റെ അടുത്തേക്ക് എന്താ എഴുതണം? ഡീറ്റെയിൽ കോളത്തിൽ എന്താ എഴുതുക? 135 into 5 എത്ര വന്നു? 675. അത് ഡീറ്റെയിൽസ് കോളത്തിൽ എഴുതുക, 675. ഇനി എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് അരുണിന്റെ കാര്യത്തിൽ പറയുന്നുണ്ടോ? ഇല്ല. ഇനി ആൾക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് കിട്ടിയതായിട്ട് പറയുന്നുണ്ടോ? അതും ഇല്ല. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി? ഇതേ എമൗണ്ട് തന്നെ ഇപ്പുറത്തേക്ക് എടുത്ത് എഴുതുക, 675. ക്ലിയർ ആണല്ലോ? ഇവിടെ വരയ്ക്കരുത്, ജസ്റ്റ് ഇയാളുടെ ട്രാൻസാക്ഷൻസിന്റെ അവിടെ മാത്രമേ വരയ്ക്കാവൂ. 675. ആദ്യത്തെ ട്രാൻസാക്ഷൻ കഴിഞ്ഞു. അപ്പൊ ജസ്റ്റ് ഫസ്റ്റ് എൻട്രി നമുക്ക് ക്ലോസ് ചെയ്യാം. 1 ഫെബ്രുവരി തൊട്ട് ഈ അരുണിന്റെ ഇതുവരെയുള്ള മാത്രം ക്ലോസ് ചെയ്യാം. എമൗണ്ടിന്റെ അങ്ങോട്ടേക്ക് ക്ലോസ് ചെയ്യരുത് കേട്ടോ. പെർട്ടിക്കുലർ കോളം മാത്രം ക്ലോസ് ചെയ്യുക. അടുത്ത ട്രാൻസാക്ഷൻ 7th നടക്കുന്നത്. സോൾഡ് ടു രാജാസ്. ക്ലിയർ ആണല്ലോ അല്ലേ? ഡൗട്ട് തോന്നുന്നില്ലല്ലോ ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ. അടുത്തത് അപ്പൊ സോൾഡ് ടു രാജാസ് ആണ്. അപ്പൊ രാജാസ് ഹെഡിങ് കൊടുക്കുക. 2 ഡ്രസ്സിംഗ് ടേബിൾസ് ഫോർ ക്യാഷ്. കൊടുക്കാൻ വരട്ടെ. ക്വസ്റ്റ്യൻ വായിച്ചേ. സോൾഡ് ടു രാജാസ് 2 ഡ്രസ്സിംഗ് ടേബിൾസ് ഫോർ ക്യാഷ്. ക്യാഷ് ഇവിടെ എഴുതണോ?
വേണ്ട. അപ്പോൾ അത് നമുക്ക് വിടാം. കാരണം എന്താ, ഇത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. ഓർക്കണം കേട്ടോ. അപ്പോൾ എക്സാമിന് ഇങ്ങനെ നിങ്ങളെ കുഴിയിലാക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് ട്രാൻസാക്ഷൻസ് ഇടയിൽ കൊണ്ട് തരും, അറിയാണ്ട് കൊണ്ട് എഴുതി വെക്കരുത്. അടുത്ത ട്രാൻസാക്ഷൻ പോവാം. 11th സോൾഡ് ടു ഹമീദ് 1 ടൈപ്പ്റൈറ്റർ. എഴുതണോ? ബിസിനസ് എന്തുട്ടാ? ഫർണിച്ചറാ. ടൈപ്പ്റൈറ്റർ വിട്ടതിന്റെ കഥ എന്തിനാ ഇവിടെ പറയണേ? ആളുടെ ബിസിനസ് ഏർണിങ്സ് ആണോ അത്? അല്ല. അതല്ലാണ്ട് ചിലപ്പോൾ വീട്ടിലിരുന്ന ടൈപ്പ്റൈറ്റർ കൊണ്ട് കൊടുത്തായിരിക്കും, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നമ്മുടെ ചിലപ്പോൾ ഓഫീസ് പർപ്പസിന് വേണ്ടി വാങ്ങിയതായിരിക്കാം, ഔട്ട് ഓഫ് പർപ്പസ് ആയി അപ്പോൾ പിന്നെ ആളത് സെയിൽ ചെയ്തതായിരിക്കാം. അതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ അത് നമ്മുടെ ബിസിനസ്സുമായിട്ടുള്ള കോർ ബിസിനസ് ആക്ടിവിറ്റി അല്ല. സോ അത് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യാൻ പാടില്ല? നമ്മുടെ സെയിൽസ് ബുക്കിൽ കൊണ്ട് റെക്കോർഡ് ചെയ്യരുത്. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം. എന്താണ്? സോൾഡ് ടു ഗോബി ടു ഡൈനിങ് ടേബിൾസ്. ടേബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? റെക്കോർഡ് ചെയ്യാം. ഇവിടെ ക്യാഷ് എന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അതും ഇല്ല, ഭാഗ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 17th ട്രാൻസാക്ഷൻ ചെയ്താൽ മതി. അപ്പോൾ ഡേറ്റ് കോളത്തിൽ എന്ത് എഴുതുക? അപ്പോൾ ഈ 2 ട്രാൻസാക്ഷൻസ് വേണ്ട, 7th വേണ്ട, 11th വേണ്ട. ഡയറക്റ്റ് എന്തിലേക്ക് പോവാം? 17th പോവാം. അപ്പൊ 17th എന്ന് പറഞ്ഞ് നമ്മൾ ഡേറ്റ് മെൻഷൻ ചെയ്തു ഡേറ്റ് കോളത്തില്. സോൾഡ് ടു ഗോബി. അപ്പൊ ഗോപിക്ക് വരച്ചു, ഗോപിയെ ഹെഡിങ് കൊടുത്തു. ഗോബി ടു ഡൈനിങ് ടേബിൾസ് അറ്റ് 1200 പെർ ടേബിൾ. ഡൈനിങ് ടേബിളിന് ഒരെണ്ണത്തിന് 1200 ആണ് അല്ലേ? അപ്പോ താഴെ എഴുതാ 2 ഡൈനിങ് ടേബിൾസ് അറ്റ് ദ റേറ്റ് 1200 പെർ ടേബിൾ എന്ന് കൊടുക്കുക. എന്നിട്ട് ടോട്ടൽ എമൗണ്ട് എത്ര വരും? 2 ആണ് അല്ലേ? അപ്പോ 2400 എന്നുള്ളത് എവിടേക്ക് എഴുതണം? ഡീറ്റെയിൽസ് കോളത്തിലേക്ക് എഴുതാം. എത്ര? 2400. ഇനി വേറെന്താ വരണത്? ഒരു സംഗതി കൂടെ വരണുണ്ടല്ലോ. ട്രേഡ് ഡിസ്കൗണ്ട് അറ്റ് 10%. ട്രേഡ് ഡിസ്കൗണ്ട് അവിടെ വന്നിട്ടുണ്ടല്ലേ? അപ്പൊ ആ ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ എന്ത് എഴുതണം? ട്രേഡ് ഡിസ്കൗണ്ട് എന്ത് ചെയ്യണം? കുറയ്ക്കണ്ടേ? അപ്പൊ അതെന്ത് എഴുതാ? 2400ന്റെ 10% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 240 അല്ലേ? ആ 240 ഇടുക. അത് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യുക. എന്നിട്ട് എമൗണ്ട് കോളത്തിലേക്ക് എന്തെടുത്ത് എഴുതുക? എമൗണ്ട് എടുത്ത് എഴുതുക. എത്ര വരും? 2160 എന്ന് വരും കേട്ടോ. 2160. ഇനി എന്ത് ചെയ്യുക? ആ ട്രാൻസാക്ഷൻ നമ്മുടെ കഴിഞ്ഞു. അപ്പൊ ഡേറ്റ് കോളം തൊട്ട് പെർട്ടിക്കുലേഴ്സ് കോളം വരെയുള്ളത് ക്ലോസ് ചെയ്യുക. ഇൻവോയ്സ് ക്ലോസ് ചെയ്യണ്ട, പെർട്ടിക്കുലേഴ്സ് വരെയുള്ള. ഇൻവോയ്സിന്റെ അവിടെ വേണമെങ്കിൽ നമുക്ക് 2 എന്ന നമ്പർ ഇടാം. വാട്ട് എവർ എത്രയാണ് ഇൻവോയ്സ് നമ്പർ അത് ഇടുക. ഓക്കെ. ഈ ഇൻവോയ്സ് എന്ന് പറയുന്ന ബിൽ നമ്പർ ആട്ടോ. അപ്പൊ നമ്മൾ അന്ന് സെയിൽ ചെയ്ത സമയത്തുള്ള ബിൽ നമ്പർ ആയിരിക്കും അവിടെ വരുന്നത്. സോ ബിൽ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അത് ഇടുക. അല്ലാതെ 1 2 എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ആൻഡ് അടുത്ത ട്രാൻസാക്ഷൻ 19th സോൾഡ് 50 ചെയർസ് ടു അനിൽ അറ്റ് 45 per ചെയർ. അപ്പൊ 19th ഡേറ്റ് ഇടുക. 19th ഡേറ്റ് ഇടുക. സോൾഡ് 50 ചെയർസ് ടു അനിലാണ്. അനിലിന് 50 ചെയർ കൊടുത്തു. അപ്പൊ അനിലിന് ഹെഡിങ് കൊടുക്കുക. താഴെ എഴുതുക 50 ചെയർസ് അറ്റ് 45 per ചെയർ. 50 into 45 എത്ര വന്നു? 2250 എന്ന് വരും. ഡീറ്റെയിൽസിൽ എന്ത് എഴുതുക? 2250 എന്ന് ഇടുക. അത് തന്നെ എവിടേക്ക് എഴുതുക? ഇപ്പുറത്തെ എമൗണ്ട് കോളത്തിലേക്ക് എഴുതുക. എന്താ? 2250 എന്നുള്ളത് ഇടുക. ക്ലിയർ അല്ലേ? എന്നിട്ട് ട്രാൻസാക്ഷൻ സെറ്റ് ക്ലോസ് ചെയ്യുക. അടുത്ത ട്രാൻസാക്ഷനിലേക്ക് കിടക്കുക. എന്താണ്? 21st സോൾഡ് ടു ഗോബി ടു സ്റ്റീൽ ക്യാബിനറ്റ്സ് അറ്റ് ₹1500 ഈച്ച്. സ്റ്റീൽ ക്യാബിനറ്റ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഫർണിച്ചർ തന്നെയായിട്ട് വരും. അത് വുഡൻ ഫർണിച്ചറിന്റെ മാത്രം നമ്മളോട് പറഞ്ഞിട്ടില്ല. സോ സ്റ്റീൽ ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. അതെന്താണ്? നമ്മുടെ ബിസിനസ് പർപ്പസ് തന്നെയാണ്, അത് ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. സോൾഡ് ടു ഗോബി ടു സ്റ്റീൽ ക്യാബിൻസ്. അപ്പൊ ഗോബിന്ന് ഹെഡിങ് കൊടുത്തു. ഡേറ്റ് ഇടാൻ മറക്കണ്ട. ഡേറ്റ് ഇട്ടു. ഗോബിന്ന് ഹെഡിങ് കൊടുത്തു. എത്ര വന്നു സ്റ്റീൽ ക്യാബിൻസ്? അപ്പൊ എന്ത് ചെയ്താ? 2 സ്റ്റീൽ ക്യാബിൻസ് അറ്റ് 1500 ഈച്ച്. 1500 into 2 3000 അല്ലേ? ഡൗട്ടിന്റെ കാര്യമൊന്നുമില്ല. 3000 ഇട്ടു. പ്രത്യേകിച്ച് ഇവിടെ ട്രേഡ് ഡിസ്കൗണ്ടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയുന്നില്ല. സോ ക്ലോസ് ചെയ്തു. ഇപ്പുറത്തേക്ക് എടുത്തിട്ട് 3000 എടുത്ത് എഴുതി. ഇനി അതും ക്ലോസ് ചെയ്യാം നമുക്ക്. ഈ പെർട്ടിക്കുലർ കോളം ക്ലോസ് ചെയ്തു. എന്നിട്ട് എന്ത് എഴുതിയാൽ മതി? ഇത് എന്ത് ബുക്കാ? സെയിൽസ് ബുക്കാണ്. സോ നമുക്ക് താഴെ സെയിൽസ് എന്ന് ഇടാം. സെയിൽസ് അക്കൗണ്ട് എന്നോ ടോട്ടൽ സെയിൽസ് എന്നോ അല്ലെങ്കിൽ ഇപ്പുറത്ത് ക്രെഡിറ്റ് എന്നോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാം. ടോട്ടൽ സെയിൽസ് ക്രെഡിറ്റഡ് എന്നോ എങ്ങനെ വേണമെങ്കിലും റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ. സെയിൽസ് അക്കൗണ്ട് ആണ്. അപ്പൊ ടോട്ടൽ സെയിൽസ് ഇടാം അല്ലെങ്കിൽ സെയിൽസ് അക്കൗണ്ട് ഇടാം. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ എമൗണ്ടിനെ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്ത് പറഞ്ഞാൽ വേഗം.
മാൻ പറഞ്ഞോ. 8085 അതെ 8085. അല്ല ഈ മെത്തേഡ് തന്നെയല്ലേ നിങ്ങൾ ഫോളോ ചെയ്തേക്കണേ? ഓക്കെ, കണ്ടോ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മറ്റേത് നമ്മൾ ഒരേ പെർട്ടിക്കുലേഴ്സിൽ തന്നെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തു, ഇവിടെ കുറച്ചധികം പെട്ടികളായിട്ട് വരച്ച് നമ്മൾ ചെയ്തു, അത്രേ ഉള്ളൂ ഡിഫറൻസ്. ഓക്കെ, നിങ്ങൾ രണ്ടിലും ആൻസർ എഴുതിയാലും ടീച്ചേഴ്സ് മാർക്ക് തന്നോളും, തരേണ്ടതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞോ, ഞാൻ വന്ന് അടി ഉണ്ടാക്കാം. ഓക്കെ, സോ നമ്മുടെ പർച്ചേസ് ബുക്കും കഴിഞ്ഞു, സെയിൽസ് ബുക്കും കഴിഞ്ഞു. ഇനി നമുക്കിനി റിട്ടേൺസ് ബുക്കാണ് നോക്കാനുള്ളത്. സോ അതിന് മുന്നേ നിങ്ങൾ വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് ബ്രേക്ക്. എല്ലാവരും കഴിഞ്ഞോ? എല്ലാവരും കഴിഞ്ഞില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് വാ. വന്നോ? ഇനി നമുക്ക് നോക്കാനുള്ളത് പർച്ചേസ് റിട്ടേണും അതേപോലെ തന്നെ സെയിൽസ് റിട്ടേണും അല്ലേ? അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞു പർച്ചേസ് റിട്ടേൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്താ എക്സ്ട്രാ ആയിട്ട് വരയ്ക്കുന്ന? ആരാ പറയാ? ഒരാളോട് ചോദിക്കാലോ സാറേ. ആക്കൂലേ? ആക്കൂലേ? വേറെ നമ്മൾ 3 പേരെ വിളിക്കണം എന്ന് പറഞ്ഞില്ല, ആയിരിക്കുമല്ലോ. ആക്കൂലേ? എടാ നീ കേക്കുന്നില്ലേ? ജബ ജബ, ഹലോ. ആ ഇപ്പൊ എനിക്ക് കേക്കാം. നീ എന്ത് പറ്റി? ഞാൻ വിളിച്ചപ്പോ കേട്ടില്ലേ? അതൊന്നുമല്ല, അങ്ങനെ കുറച്ച് വിളിക്കട്ടെ, അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പയ്യെ തുറക്കാം എന്നുള്ള മൈൻഡാണ്. എന്നിട്ടാ പറ, മറ്റേ നമ്മൾ റിട്ടേൺസ് ബുക്ക് വരയ്ക്കാൻ നേരത്തെ 2 നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുമല്ലോ. അപ്പൊ പർച്ചേസ് റിട്ടേണിൽ പ്രിപ്പയർ ചെയ്യുന്ന നോട്ട് ഏതാണ്? എന്ത് നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന നമ്മൾ പറഞ്ഞ? പർച്ചേസ് റിട്ടേണിലെ ഡെബിറ്റ് നോട്ട്. ഓക്കെ, അടുത്ത ആള് സഹറ. സെയിൽസ് റിട്ടേൺ ബുക്കിൽ എന്ത് നോട്ടാ അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യുക? ക്രെഡിറ്റ് നോട്ട്. ഇത്രേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും കത്തിയില്ലേ ആ സംഗതി? പർച്ചേസ് ആകുമ്പോൾ ഡെബിറ്റ് നോട്ട് ആയിരിക്കും, സെയിൽസ് ആകുമ്പോൾ ക്രെഡിറ്റ് നോട്ട് ആയിരിക്കും, കേട്ടല്ലോ. ആൻഡ് അങ്ങനെയാണെങ്കിൽ നമുക്ക് സെയിൽസ് റിട്ടേണിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് അപ്പോൾ ഫോർമാറ്റിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. എന്തായിരിക്കും ഫോർമാറ്റിൽ വരുന്നത്? ഡേറ്റ് വരും, നെയിം ഓഫ് സപ്ലയർ അഥവാ നെയിം ഓഫ് കസ്റ്റമർ, വാട്ട് എവർ. നമ്മളിപ്പോൾ പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ സപ്ലയർ ആയിരിക്കും, അല്ല സെയിൽസ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? കസ്റ്റമർ ആയിരിക്കും, കേട്ടോ. ആ ഒരു വ്യത്യാസം മാത്രമേ അവിടെ വരുന്നുള്ളൂ പേരിൽ. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സിൽ ഡിഫറൻസ് ഉണ്ടാവും. മറ്റേ മെത്തേഡാണ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഡേറ്റ് പെർട്ടിക്കുലേഴ്സ് എന്നായിരിക്കും കോളം ഉണ്ടാവുക. ഓക്കെ, നെയിം ഓഫ് സപ്ലയർ, നെയിം ഓഫ് ക്രെഡിറ്റ്, ഐ മീൻ കസ്റ്റമർ എന്നുള്ളതായിരിക്കില്ല. പകരം അവിടെ പെർട്ടിക്കുലേഴ്സ് തന്നെ കോളം ഹെഡ് കൊടുത്താൽ മതി. അത് കഴിഞ്ഞാൽ വരുന്ന കോളം രണ്ടിടത്തും സെയിം തന്നെയാണ്. എന്ത്? പർച്ചേസ് ആണെങ്കിൽ ഡെബിറ്റ് നോട്ട്, സെയിൽസ് ആണെങ്കിൽ ക്രെഡിറ്റ് നോട്ട്. അതായിരിക്കും അടുത്ത കോളം വരിക. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന എന്തായിരിക്കും? LF ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് എന്ത്? എമൗണ്ട് കോളം. ഇതിൻ്റെ അകത്ത് വേറെ ഡിഫറൻസ് ഒന്നുമില്ല. അല്ല, ഞാൻ രണ്ടാമത് പറഞ്ഞ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് എന്നൊരു കോളം, അത് കഴിഞ്ഞിട്ടായിരിക്കും എമൗണ്ട് എന്ന് പറഞ്ഞൊരു കോളം വരുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? ഏത് മെത്തേഡിൽ ചെയ്യണം? രണ്ടാമത്തെ മെത്തേഡ് അല്ലേ? അധികം കോളമുള്ള മെത്തേഡിൽ ചെയ്യാന്നല്ലേ പറയണേ? ഓക്കെ, അധികം കോളമുള്ള മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ചുമ്മാ സമയങ്ങളെ. എന്താ, നമ്മൾ ആദ്യം ഡേറ്റ് കോൾ ഇട്ടു, അത് കഴിഞ്ഞപ്പോൾ പെർട്ടിക്കുലേഴ്സ് കോൾ ഇട്ടു. ക്വസ്റ്റ്യനിൽ എന്ത് ഇത് വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്? ദ ഫോളോയിങ് ആർ ദ ട്രാൻസാക്ഷൻസ് എൻറ്റേർഡ് ഇൻ ദ സെയിൽസ് ഡേ ബുക്ക്. അപ്പോൾ സെയിൽസ് ഡേ ബുക്കിലാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഓഫ് ദ ഫർണിച്ചർ ഡീലർ പ്രിപ്പയർ ഹിസ് സെയിൽസ് ബുക്ക് ഫോർ ദ ഫെബ്രുവരി ആൻഡ് പോസ്റ്റ് ദം ഇൻ ടു ദ റെസ്പെക്റ്റീവ് ലെഡ്ജർ അക്കൗണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മളിപ്പോൾ ചെയ്തതല്ലേ സാറേ? അല്ല, ഇതാണ് കേട്ടോ ക്വസ്റ്റ്യൻ. ഓക്കെ, ഫ്രം ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ എ സെയിൽസ് റിട്ടേൺ ബുക്ക് ആൻഡ് പോസ്റ്റ് ദം ടു ദ റെസ്പെക്റ്റീവ് ലെഡ്ജർ അക്കൗണ്ട്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ സെയിൽസ് റിട്ടേൺ ബുക്ക് വരയ്ക്കണമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് കോളം ഡേറ്റ് കോളം ആക്കി, ഡേറ്റ്, സെക്കൻഡ് കോളം പെർട്ടിക്കുലേഴ്സ്, സെയിൽസ് റിട്ടേൺ ആണ്. അപ്പോൾ എന്ത് നോട്ടാണ് ഇടേണ്ടത്? ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ? ക്രെഡിറ്റ് നോട്ട് അല്ലേ? അപ്പോൾ എന്ത് കൊടുത്തു? ക്രെഡിറ്റ് നോട്ട് എന്ന് കൊടുത്തു. സ്ഥലം ഇല്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ CR നോട്ട് എന്നിട്ട്, നിങ്ങൾ ക്രെഡിറ്റ് നോട്ട് എന്ന് തന്നെ എഴുതണം കേട്ടോ. അത് കഴിഞ്ഞു നമുക്ക് കുറച്ച് നീക്കിയിടാം.
ക്രെഡിറ്റ് നോട്ട്. അടുത്ത എന്താ വേണ്ടത്? LF. അത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എമൗണ്ട്. ഓക്കെ. അല്ല നിങ്ങൾ മറ്റേ മെത്തേഡ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽസിന്റെ കോളം ഒഴികെ എമൗണ്ട് എന്ന് ഇടുക, പെർട്ടിക്കുലേഴ്സിന് പകരം അവിടെ നെയിം ഓഫ് കസ്റ്റമർ എന്ന് കൊടുക്കുക. വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഏത് മെത്തേഡ്സ് വേണമെങ്കിലും ഫോളോ ചെയ്യാം. ആൻഡ് നമ്മളപ്പോൾ ഹെഡിങ് കൊടുക്കാൻ മറക്കരുത്. ഇപ്പൊ നമ്മൾ കമ്പനിയുടെ പേരൊക്കെ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേര് ഇൻ ദ ബുക്സ് ഓഫ് രമേഷ് ആൻഡ് കോ, ഇൻ ദ ബുക്സ് ഓഫ് സേറ ലിമിറ്റഡ്, ഇൻ ദ ബുക്സ് ഓഫ് മെസ്സേഴ്സ് ചൈതന്യ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണോ കമ്പനിയുടെ പേര് ആദ്യം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് താഴെ എന്തിടണം? എന്ത് ബുക്കാണോ നമ്മൾ എഴുതുന്നത് ആ ബുക്കിന്റെ പേര് മെൻഷൻ ചെയ്യുക. നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യണത് എന്താ? സെയിൽസ് റിട്ടേൺ ബുക്കാണ്. അപ്പൊ സെയിൽസ് റിട്ടേൺ ബുക്ക് എന്ന് കൊടുക്കുക. അതിനുശേഷം വേണം ബോക്സ് വരയ്ക്കാൻ. ഓക്കെ. നമുക്ക് പെർഫോമ പ്രോപ്പർ ആയാൽ തന്നെ ടീച്ചേഴ്സിന് കാണുമ്പോൾ ഒരു ഇംപ്രഷൻ ഉണ്ടാവും, നിങ്ങൾക്ക് മാർക്ക് വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ. ഒരു മാർക്ക് എന്താണെങ്കിലും ഫോർമാറ്റിനുണ്ട്. ആൻഡ് അപ്പോൾ നമ്മൾ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് ഇട്ടു. ആന്റണി ആൻഡ് കോ റിട്ടേൺ ബാക്ക് ഗുഡ്സ് വർത്ത് 275. ആന്റണി ആൻഡ് കോ ഗുഡ്സ് റിട്ടേൺ ചെയ്തു എന്നാണ് പറയുന്നത്. എത്രയാണ്? 275 ആണ് ഗുഡ്സ്. അപ്പോൾ എന്ത് എഴുതിയാൽ മതി? ആന്റണി ആൻഡ് കോ എന്നിടുക. ഗുഡ്സ് ഡയറക്റ്റ് എമൗണ്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അതിൻ്റെ താഴെ മെൻഷൻ ചെയ്ത് പറയാനില്ല. ഡീറ്റെയിൽസിന്റെ അവിടെ 275 എന്ന് ഇടുക, വരയ്ക്കുക. ഇപ്പുറത്തും 275. ക്ലിയർ അല്ലേ? അടുത്ത നോക്കുക. 10th ഡേറ്റ് കൊടുത്തു. 10th റിട്ടേൺഡ് ഗുഡ്സ് ബൈ കുമാർ വിച്ച് വെർ ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുമാർ എന്ന് ഹെഡിങ് കൊടുക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് മറ്റു കണ്ടന്റ്സ് ഒന്നും ഇല്ലാത്തത്. അപ്പൊ കുമാർ നമ്മൾ ഹെഡിങ് കൊടുത്തു. ഇനി ഗുഡ്സും എന്താണെന്ന് നമ്മളോട് മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ കടയും മെൻഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നമുക്ക് എഴുതാനില്ല. കുമാർ എന്ന് മാത്രം പേര് കൊടുത്താൽ മതി. ഡയറക്റ്റ് നമുക്ക് എമൗണ്ട് എത്ര എഴുതാം? 230 എന്ന് എഴുതാം. ടോട്ടൽ കോളത്തിൽ എന്ത് എഴുതുക? 230 എന്ന് ഇടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അലവൻസസ് ഗ്രാൻഡഡ് ടു മുകേഷ് ഫോർ ബ്രേക്കേജ് ഓഫ് ഗുഡ്സ് 215. 215 ആണ് എന്തിന്? മുകേഷിന് ബ്രേക്കേജ് ഓഫ് ഗുഡ്സിന് വേണ്ടി അവർ റിട്ടേൺ കൊടുത്തത്. അലവൻസുകൾ സെയിം തന്നെ ഉള്ളൂ. ഇപ്പൊ മുകേഷ് എന്ന് ഹെഡിങ് കൊടുത്തു, ഡേറ്റ് കൊടുത്തു, മുകേഷ് കൊടുത്തു, 215 എന്നുള്ള എമൗണ്ട് കൊടുത്തു. എമൗണ്ട് കോളത്തിലും 215 ഇട്ടു. അടുത്ത ലാസ്റ്റ് ആനന്ദാണ്. 29th ഡേറ്റ് കൊടുത്തു, ആനന്ദ് കൊടുത്തു. ഗുഡ്സ് ഡയറക്റ്റ് എഴുതിയാൽ മതി 210. ഇപ്പുറത്തും 210. ഇനി എന്ത് ചെയ്താൽ മതി? എമൗണ്ട് അങ്ങ് ടോട്ടൽ ചെയ്താൽ മതി. നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കണക്കുകൾ വല്ലതും കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. അതിൻ്റെ അകത്ത് ട്രേഡ് ഡിസ്കൗണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ട്രേഡ് ഡിസ്കൗണ്ട് എന്നുള്ളത് മെൻഷൻ ചെയ്തിടുക. നമ്മൾ അല്ലെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ട് സംതിങ് വാട്ട് എവർ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ട് മെൻഷൻ ചെയ്യുക. ഡീറ്റെയിൽസിൻ്റെ അവിടെ കുറയ്ക്കുക. ടോട്ടൽ എമൗണ്ട് മാത്രം എമൗണ്ടിലേക്ക് എഴുതുക. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? വിളിക്കാലോ. നൂഹെ ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇതെന്ത് ബുക്കാ? ഇത് സെയിൽസ് റിട്ടേൺ ആണ്. നിന്റെ അടുത്ത് ഞാൻ വന്നപ്പോ തൊട്ട് ചോദിക്കാനല്ലായിരുന്നു സെയിൽസ് റിട്ടേണിൽ എന്ത് നോട്ടാ എഴുതണ്ടെന്ന്. അപ്പൊ നിനക്ക് മനസ്സിലായില്ലായിരുന്നോ? എവിടെ ആയിരുന്നു? ഓക്കെ. നമ്മൾ സെയിൽസ് റിട്ടേൺ പ്രിപ്പയർ ചെയ്യാൻ നേരത്തെ അവിടെ ക്രെഡിറ്റ് നോട്ട് ആയിരിക്കും. അതേപോലെ പർച്ചേസ് റിട്ടേൺ ആണെങ്കിൽ അവിടെ ഡെബിറ്റ് നോട്ട് ആയിരിക്കും, ഇൻവോയ്സ് നമ്പർ ആയിരിക്കത്തില്ല. കാരണം എന്താ? ഇൻവോയ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സെയിൽ ചെയ്യുമ്പോഴോ വരുന്ന ബില്ലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻവോയ്സ് എന്ന് വിളിക്കുന്നത്. ശരിയല്ലേ? എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിച്ച് കഴിയുമ്പോൾ അവിടെ ഇൻവോയ്സ് എന്നും കൂടെ അവിടെ പേരുണ്ടാവും. നോക്കി നോക്ക്. പ്രത്യേകിച്ച് നമ്മളെ ഇലക്ട്രിക്കൽ വല്ല ബൾബ് എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്മ ബില്ലിൽ നിന്നായിരിക്കില്ല, ഇൻവോയ്സ് എന്നായിരിക്കും പ്രിന്റ് ചെയ്തിട്ടുണ്ടാവുക. ഏത് പലചരക്കട സൂപ്പർ മാർക്കറ്റ് എവിടെ പോയാലും നോക്കിയാൽ മതി, ആ ബില്ലിന്റെ മുകളിൽ ഇൻവോയ്സ് എന്ന് പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. ബില്ലെന്നല്ല, ബില്ല് പഴയ പേരായി, അതുകൊണ്ട് ഇൻവോയ്സ് എന്നാണ് പുതിയ പേര്. ഓക്കെ, കേക്കണ്ട? അപ്പൊ ആ ഇൻവോയ്സ് എന്നുള്ളത് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പർച്ചേസ് ബുക്കിലും സെയിൽസ് ബുക്കിലും റെക്കോർഡ് ചെയ്യുന്നത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ആവുമ്പോൾ. ക്ലിയർ ആയോ? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസിന് മാത്രമാണ് നമ്മൾ പർച്ചേസ് ബുക്കും സെയിൽസ് ബുക്കും പ്രിപ്പയർ ചെയ്യുന്നത്. കടത്തിന് വിറ്റ സാധനങ്ങൾക്ക്. കാരണം ക്യാഷ് ട്രാൻസാക്ഷൻസ് എവിടെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക? ക്യാഷ് ബുക്കിൽ. ക്യാഷിന് വാങ്ങിയ പർച്ചേസുകളും ക്യാഷിനുണ്ടായ സെയിൽസും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷ് ബുക്കിലായിരിക്കും. മറിച്ച് ബാക്കിയല്ല ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതാണ് സെയിൽസും അതേപോലെ പർച്ചേസ് ബുക്കുകളും.
ഇനി അതേ സാധനത്തിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് കാലം കഴിഞ്ഞിട്ട് റിട്ടേൺ പോകാൻ നേരത്ത് ആ ബില്ലൊന്നും തപ്പിപ്പിടിക്കാൻ നമുക്ക് ചിലപ്പോൾ നേരം ഉണ്ടാവില്ല. ചിലപ്പോൾ ആ ബില്ല് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ പകരം നമ്മൾ അവർക്കൊരു പ്രോമിസറി നോട്ട് പോലത്തെ ഒരു സാധനം കൊടുക്കുക. അതിനാണ് പറയുന്നത് ക്രെഡിറ്റ് നോട്ട് അഥവാ ഡെബിറ്റ് നോട്ട്. ഡെബിറ്റ് നോട്ട് എന്ന് പറയുമ്പോൾ പർച്ചേസ് റിട്ടേൺ ആണ്. സോ ഇപ്പം നീയാണ് എനിക്ക് ഗുഡ്സ് എന്തെങ്കിലും സെയിൽ ചെയ്തതെന്ന് വിചാരിക്കുക. ഞാൻ നിൻ്റെ കയ്യിൽ നിന്നാണ് കുറച്ച് സ്റ്റോക്ക് പർച്ചേസ് ചെയ്തത്. ഞാൻ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് നീ എന്നെ എന്തോ പറ്റിച്ചു, 2 സാധനം കേടായിരുന്നു എനിക്ക് മനസ്സിലായത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, നിനക്കത് റിട്ടേൺ തരുക എന്ന് പറഞ്ഞിട്ട് ഒരു ഡെബിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്ത് തരുവാണ്. മോനുസേ, ഇതിൻ്റെ അകത്ത് 2 കേടുണ്ട്, ഞാൻ അപ്പോൾ ആ സാധനം തിരിച്ചയക്കുകയാണ്, എൻ്റെ അക്കൗണ്ടിലേക്ക് മര്യാദയ്ക്ക് ക്യാഷ് ഇട്ടോണം അന്ന് പറഞ്ഞ് കൊടുക്കുന്ന നോട്ടിനെയാണ് എന്ത് വിളിക്കുന്നത്, ഡെബിറ്റ് നോട്ട് എന്ന് വിളിക്കുന്നത്. സോ അത് കിട്ടിയ ഉടനെ പറയാണ് ഓക്കെ ഞാനത് ബൈ മിസ്റ്റേക്കിൽ വന്നതായിരിക്കാം, സോ എന്തായാലും ഞാൻ നിങ്ങൾക്ക് പൈസ അങ്ങോട്ട് തന്നേക്കാന്ന് പറഞ്ഞിട്ട് നീ തിരിച്ച് എനിക്കൊരു ക്രെഡിറ്റ് നോട്ട് അയച്ചു തരും. സെയിൽസ് റിട്ടേണിന് നമ്മൾ ക്രെഡിറ്റ് നോട്ട് ആയിരിക്കും കൊടുക്കുക, പർച്ചേസ് റിട്ടേണിന് ഡെബിറ്റ് നോട്ട്. ക്ലിയർ ആയോ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയോ? ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടാട്ടോ പറയണേ. സോ ഇതിനകത്ത് പ്രത്യേകിച്ച് അത്ര തന്നെ നമുക്ക് ചെയ്യാനുള്ളൂ, ഫോർമാറ്റ് മാത്രം നോക്കിയാൽ മതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന പർച്ചേസ് ബുക്ക് ആയിക്കോട്ടെ, സെയിൽസ് ബുക്ക് ആയിക്കോട്ടെ, റിട്ടേൺ ബുക്സുകൾ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ആ ഫോർമാറ്റ് ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ എടുത്ത് എഴുതിയാൽ മാത്രം മതി. ആ മൾട്ടിപ്ലിക്കേഷൻ വരാൻ നേരത്തെ തെറ്റിക്കാതിരിക്കുക, സബ്ട്രാക്ഷനും അഡീഷനും തെറ്റിക്കാതിരുന്നു കഴിഞ്ഞാൽ ഫുൾ മാർക്കാണ് നിങ്ങൾക്ക്. ശരിയല്ലേ? ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഇപ്പം പ്രിപ്പയർ ചെയ്തതിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡൗട്ട്സ് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കട്ടെ. ഇത് ടോട്ടൽ ചെയ്തിട്ട് എത്ര കിട്ടി? 930 കിട്ടിയോ? ഐ തിങ്ക് സോ. എന്താ തിങ്കണ നീ? ബാക്കി എത്ര നോക്കി നോക്കിയേ. 275. 10 to 15 to 930 തന്നെ. എല്ലാവർക്കും കിട്ടിയോ? 930. അതാണ് എന്ത് റിട്ടേൺസിന്റെ ടോട്ടൽ കേട്ടോ. അപ്പൊ അവിടെ എന്ത് എഴുതുക? നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് പ്രകാരം എന്ത് എഴുതണം? സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് എന്ന് ഇടുക. അതിന്റെ ടോട്ടൽ ആയിട്ടാണ് എന്ത് പറഞ്ഞത്? 930 വരണത്. ക്ലിയർ ആണല്ലോ? സെയിൽസ് ക്രെഡിറ്റ് ആണെന്നുണ്ടെങ്കിൽ സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ആണ്. ശരിയല്ലേ? അതുകൊണ്ടാണ് കേട്ടോ DR ഇട്ടേക്കുന്നത്. എന്താ DR ഇട്ടേന്ന് ചോദിക്കരുത്. സെയിൽസ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ആണ്, കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് പോവുക. ക്ലിയർ അല്ലേ? നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഡെബിറ്റ് ആവുകയാണ്, പകരം ബാക്കി ഒരാളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവുന്നുണ്ട്. സോ ഇപ്പുറത്ത് നമ്മൾ ഇതിന് പകരം എന്താ പർച്ചേസ് റിട്ടേൺ ആണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഡെബിറ്റ് നോട്ട് ആയിരിക്കും ഇടുക, പകരം ആളിവിടെ എന്തായിരിക്കും ഇടുക? DR പകരം CR ആയിരിക്കും ഇടുക കേട്ടോ. പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റഡ്. നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് കിട്ടി. സെറ്റ് അല്ലേ? ഓക്കെ, ഇത്രയാണ് നമുക്ക് വരുന്ന പഠിക്കാനുള്ള സംഗതികൾ. അപ്പോൾ ഫോർമാറ്റ് മറക്കാതിരിക്കുക. എല്ലാവരും ഫോർമാറ്റ് മസ്റ്റായിട്ടും ഫോളോ ചെയ്ത് നോക്കുക. നമുക്ക് എപ്പോഴും പെർഫോമ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അകത്തെ കണ്ടൻസ് എളുപ്പമാണ്. ഈ പറയുന്ന ബുക്സിൻ്റെ അകത്ത് വളരെ എളുപ്പമുള്ള സംഗതികളാണ്. അതുകൊണ്ട് നിങ്ങൾ അതിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവാൻ നിൽക്കണ്ട. ഓക്കെ അല്ലേ? ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാം ടൈം ആയിട്ടുണ്ട്. അപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്ത പോർഷൻസ് എന്തൊക്കെയായിരുന്നു? ജേണൽ ഉണ്ടായിരുന്നു, ലെഡ്ജർ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ നമ്മുടെ പെറ്റി ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്, പിന്നെന്തായിരുന്നു? അക്കൗണ്ടിങ് ഇക്വേഷൻ. 5 ഐറ്റംസിൽ നിന്നാണ് ഇന്ന് എക്സാം പറഞ്ഞേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏതിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. കേട്ടല്ലോ? എല്ലാ ക്വസ്റ്റ്യനും കൂടെ എനിക്ക് തരാനുള്ള സമയവും ഇല്ല, നിങ്ങൾക്ക് അത് എഴുതി തീർക്കാനുള്ള ടൈമും ഉണ്ടാവില്ല, നമുക്കത് ഡിസ്പ്ലേ ചെയ്യാനുള്ള സ്ക്രീനും ഇല്ല. ശരിയല്ലേ? എല്ലാത്തിൻ്റെയും കൂടെ ചോദ്യം ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കൊണ്ട് കാണിക്കാൻ ഒരു സ്ക്രീനിൽ എനിക്ക് കാണിക്കാനുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് തരുന്നത് ഇതിൽ നിന്ന് ഏതെങ്കിലും. അപ്പോൾ അതിൽ പ്രോപ്പറായിട്ട് എല്ലാവരും ചെയ്യും, ഫുൾ മാർക്സ് വാങ്ങിക്കുമെന്ന് ഞാൻ വിചാരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും പാരൻസിനെയൊക്കെ ആയിട്ട് വിളിച്ച് റെഡി ആയിട്ടിരിക്കുക. ക്വസ്റ്റ്യൻസ് ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും വേഗം സെറ്റ് ആയിട്ടിരുന്നു കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ക്ലിയർ ചെയ്യാം, നമുക്ക് ടൈമുണ്ട്. ആരുടെയും കമ്പൽസറി ആയിട്ട് വേണം കേട്ടോ.
പാരൻസ് എല്ലാവരുടെയും കമ്പൽസറി ആയിട്ട് വരണം കേട്ടോ. സാധാരണ ചെയ്യണ പോലെ പാരൻസ് ഇല്ലാണ്ട് വരണ്ട. എല്ലാവരും പാരൻസിനെയൊക്കെ അടുത്ത് വിളിച്ചിരുത്തുക. ഇല്ലാത്തവർ പ്രീ ഇൻഫോംഡ് ആയിരിക്കണം ഇവിടെ എന്താ ഇല്ലാത്തതെന്നുള്ളതിന്. ഓക്കെ.